ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. റെഡി ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് 2019 പുറത്തിറങ്ങിയ ആ മൂവിയുടെ അവസാനം നിങ്ങൾ എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിനു മുന്നേയുള്ള ഒരുപാട് ചാനലുകളിലും നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതിന്റെ സെക്കൻഡ് പാർട്ട്, ആ കഥ എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് ഈ സ്റ്റോറിയും തുടങ്ങുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് മാത്രമല്ല, ഫസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഫസ്റ്റ് പാർട്ട് എവിടെയാണോ അവസാനിച്ചത് അവിടെ വെച്ചാണ് ഈ ഒരു രണ്ടാം ഭാഗവും തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ രീതിയിൽ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഒരൊറ്റ മൂവിയായിട്ട് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ആദ്യ ഭാഗം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണെങ്കിൽ ആദ്യ ഭാഗം അവസാനിക്കുന്നതിൻ്റെ ആ ഒരു ടൈം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്ന അവിടെ തൊട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും നേരം ഈ ഫസ്റ്റ് ഭാഗം കണ്ടിരുന്ന സമയം കളയണ്ട. ഇല്ല, മൊത്തത്തിൽ കാണാനാണ് താല്പര്യമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ ഞാനും കഷ്ടപ്പെട്ട് പുതിയ സിനിമകൾ അപ്പോഴപ്പോഴും തന്നെ കൊണ്ടുവരുന്നു. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഇത്തിരി കിട്ടാത്തത്. അപ്പോൾ ഇതിലും കൂടുതൽ ഞാൻ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ കഥയുടെ തുടക്കത്തിലെ ഒരു വലിയ വീട്, അതിനുള്ളിൽ രണ്ട് ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുകയാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. ഒരാളുടെ പേര് ഡാനിയൽ, ഒരാളുടെ പേര് അലക്സ്. ഇപ്പോൾ ഡാനിയൽ അലക്സിനെ കൊണ്ടുവന്നിട്ട് ഒരു കബോർഡിനകത്തേക്ക് ഒളിപ്പിച്ച് നിർത്തി. ഓക്കെ, നീ ഇവിടെ തന്നെ നിൽക്ക്, വെളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൻ വെളിയിലേക്ക് വരുന്നതും പെട്ടെന്ന് കോട്ട് സ്യൂട്ടിലിട്ട ഒരാള് ഡാനിയലിന്റെ അടുത്തേക്ക് വന്നിട്ട് പ്ലീസ് മോനെ എന്നെ രക്ഷിക്ക് എന്ന് പറയുന്നുണ്ട്. അയാളുടെ വയറാണെങ്കിലും മുറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്നെ കൊല്ലാനായിട്ട് വരികയാണ്, പ്ലീസ് ദയവ് ചെയ്ത് നീ എന്നെ കാണിച്ചു കൊടുക്കരുതെന്ന് പറയുമ്പോൾ കൊച്ചു ചെറുക്കൻ പാവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അവൻ പെട്ടെന്ന് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് അയാൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നതും ആ വീട്ടിലുള്ള ഒരുപാട് പേര് ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇയാളെ അവിടെ വെച്ച് തന്നെ കൊന്നിട്ട് ലേ ഡൊമാസ് എന്ന് പറഞ്ഞ വലിയൊരു മുറിക്കുള്ളിലേക്ക് അയാളെ വലിച്ചെടുത്തോണ്ട് പോവാണ്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ കല്യാണ ഡ്രസ്സെല്ലാം ഇട്ട ഒരു പെണ്ണും ഇതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവൾ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കഥ തുടങ്ങുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ കല്യാണ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ഒരു പെണ്ണ് കണ്ണാടിക്ക് മുന്നിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുമല്ല അവളുടെ കല്യാണ സമയത്ത് എന്താണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം അവൾ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ഗ്രേസ്. അതേസമയം അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതോ 30 വർഷങ്ങൾക്ക് മുന്നേ 2 കുട്ടികളെ കണ്ടല്ലോ, അലക്സ്, ഡാനിയൽ. അതിൽ അലക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പയ്യനിപ്പോൾ വലുതായി. അവനാണ് ഗ്രേസിനെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ വെളിയിൽ കാണിക്കുമ്പോൾ എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ ആളുകളെല്ലാം വന്നു. അപ്പോഴേക്കാണ് അലക്സിന്റെ സഹോദരൻ ഡാനിയൽ അകത്തേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരെ താഴേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതിനു മുന്നേ നമ്മുടെ ഗ്രേസിന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ പ്രത്യേകം പറയുന്നുണ്ട്, നീ ഇപ്പോഴും ഈ ഒരു കല്യാണത്തിന് തയ്യാറായിട്ടില്ല. കാരണം നീ ഒരിക്കലും ഈ കുടുംബത്തിലെ സെറ്റ് ആവത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അവൾക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും താഴേക്ക് വരുമ്പോൾ ഡാനിയൽ ഉണ്ടല്ലോ, അവന്റെ ഭാര്യ ഇതുപോലെ ഗ്രേസിനെ കണ്ടിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ഈ കുടുംബത്തിലെ സെറ്റ് ആവത്തില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ അവൾ അതിനൊന്നും തയ്യാറല്ല. ഇപ്പൊ കുറച്ച് ദൂരെയായിട്ട് ഹെലൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അതുപോലെ ഈ ഒരു കുടുംബത്തിലുള്ള പല ആളുകളും ഗ്രേസിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ഹീറോയിൻ അവസാനം അവനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞെന്താണ് ആദ്യ രാത്രി. അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹെലൻ എന്ന് പറഞ്ഞ ആ ഒരു അമ്മച്ചി പെട്ടെന്ന് അകത്തേക്ക് കയറി വരും. എന്നിട്ട് പറയും, ഓക്കെ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് വാ, ആ ഒരു ഗെയിം കളിക്കാൻ സമയമായെന്ന് പറയുമ്പോൾ ഇത് കണ്ട ഗ്രേസിന് അവരെപ്പോഴാണ് അകത്തേക്ക് കയറി വന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഇതുപോലെ കുടുംബത്തിലുള്ള പല ആളുകളും എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവോ. അങ്ങനെ ഗ്രേസ് അലക്സിനോട് എന്ത് ഗെയിമിനെ പറ്റി അവർ പറഞ്ഞത്, അതെന്ത് ഗെയിമാണെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, ഞങ്ങളുടെ ബിസിനസ്സേ ഈ ഒരു ഗെയിം കളിക്കുന്ന കാർഡ് ഉണ്ടാക്കുന്നതിലാണ്. അതുമല്ല പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ ഒരു ഗെയിം കളിക്കാറുണ്ട്. ആ ഗെയിമിൽ പങ്കെടുത്താൽ മാത്രം മതി, നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് അവളെ വെളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോൾ അലക്സിന്റെ അച്ഛൻ അവനോട് ചോദിക്കും, നീ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഒരുപക്ഷെ ആ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് നിനക്ക് തന്നെ അറിയാം എന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. അതേസമയം അലക്സിന്റെ അമ്മയാണെങ്കിലോ നമ്മുടെ ഗ്രേസിനോട് കുറച്ച് വർഷമായിട്ട് അലക്സ് വീട്ടിലേക്ക് വരാറില്ലായിരുന്നു, നീയാണിപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്റെ മകനെ വീണ്ടും കാണാൻ കഴിഞ്ഞതില്ലേ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ അലക്സ് വന്നിട്ട് ഗ്രേസിനെ പിടിച്ച് മാറ്റി നിർത്തി അവളോട് ചോദിക്കും, അല്ല എന്റെ അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല, വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അലക്സ് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നത് പോലെ അവന്റെ മുഖത്തോടെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേസിനെ കൂട്ടി ഇവരെല്ലാവരും ലേ ഡൊമോസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ റൂം ഉണ്ടല്ലോ, അതിനുള്ളിൽ ഒരു ടേബിളിന് ചുറ്റുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അലക്സിന്റെ അച്ഛൻ സെന്ററിൽ നിന്നിട്ട് ഈ ഒരു ഫാമിലിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ
ഈ കുടുംബ പാരമ്പര്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ അയാളുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. ആ ഒരു പെട്ടി എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ഈ പെട്ടി എന്റെ മുത്തശ്ശന്റെ കയ്യിൽ ലിബേൽ എന്ന് പറഞ്ഞ ഒരാളാണ് കൊടുത്തത്. എന്നിട്ട് ഈ ഒരു ബോക്സിലുള്ള ആ ഒരു സീക്രട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ ഒരുപാട് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മുത്തശ്ശൻ ഈ ബോക്സിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അയാളോട് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ഒരുപാട് പണം കിട്ടി. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും എല്ലാം നല്ലതുപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബോക്സിൽ നിന്നും ഒരു എംറ്റി കാർഡ് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് പറയും, ഈ കാർഡാണ് നമ്മൾ എന്ത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് പ്രിന്റ് ചെയ്ത് തരാൻ പോകുന്നത് എന്ന്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ ആ ഒരു ബോക്സ് എടുത്ത് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഗ്രേസ് ആണെങ്കിലോ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാർഡ് എടുത്ത് അകത്തേക്ക് വെച്ച് പ്രിന്റ് ചെയ്ത് വെളിയിലേക്ക് എടുക്കുന്നതും ആ കാർഡിലെ ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ കളിക്കേണ്ട ആ ഒരു ഗെയിം ഹൈഡ് ആൻഡ് സീക്ക്. ഇത് കണ്ട ഗ്രേസിന് ചിരി വരുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തെയും ചിരി പെട്ടെന്ന് തന്നെ മാറുന്നു. അതുമല്ല, ഇത് കണ്ട നമ്മുടെ അലക്സ് ഉണ്ടല്ലോ, അവന് നല്ല വിഷമം പോലെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ അലക്സിന്റെ അച്ഛൻ ഗ്രേസിനോട് പറയും, ഞങ്ങൾ 10 പേരും നിന്നെ ഇപ്പൊ അന്വേഷിക്കാൻ പോവാണ്, നീ ഈ വീട്ടിൽ ഒളിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേസ് ചോദിക്കും, അല്ല എത്ര നേരം ഞാൻ ഒളിച്ചിരിക്കേണ്ടത് ചോദിക്കുമ്പോൾ, അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ നീ ഞങ്ങളുടെ കണ്ണിൽ വിടാതെ ഒളിച്ചിരിക്കണം. അതുമല്ല വീടിനകത്തുള്ള എല്ലാ ക്യാമറകളും ഞങ്ങൾ ഇപ്പൊ തന്നെ ഓഫ് ചെയ്യും, നിനക്ക് ഇപ്പൊ തന്നെ പോയി ഒളിക്കാന്ന് പറയുന്നതും ഗ്രേസ് ഇതിപ്പോ ഫാമിലി ആയിട്ട് കുടുംബപരമായിട്ട് കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കും എന്നെല്ലാം വിചാരിച്ച് അവള് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ച് ഒളിക്കാനായിട്ട് പോകുന്നു. അതേസമയം ഇവിടെ ആ ഒരു കുടുംബത്തെ കാണിക്കുമ്പോൾ അവരെന്തോ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഇപ്പൊ ആയുധങ്ങൾ എടുത്ത് കയ്യിൽ വെക്കുകയാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ഗ്രേസിനെ അവർ കണ്ടുപിടിച്ച് കൊല്ലാൻ പോവാണ്. ആഹാ, ഇതറിയാതെയാണ് ആ ഒരു പെണ്ണ് ആട്ടുംകുട്ടിയെ പോലെ തുള്ളിച്ചാടി പോയത്. ഇപ്പൊ ഇവരുടെ കയ്യിലാണെങ്കിലോ അമ്പ്, കോടാലി, കത്തി, തോക്ക് ഇങ്ങനെ പല ആയുധങ്ങളും പല ആളുകളായിട്ട് എടുത്തു വെച്ചേക്കുന്നു. ഇവരിൽ നിന്നും ഇനിയിപ്പോ നമ്മുടെ ഹീറോയിൻ എങ്ങനെ രക്ഷപ്പെടും? പാവം അതിപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മുടെ അലക്സിനെ ഒരു മുറിക്കകത്ത് അടച്ചു വെച്ചിട്ട് അവനൊരു കാരണവശാലും വെളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ഡാനിയലിന്റെ ഭാര്യനെ വെളിയിൽ നിർത്തിയേക്കും. പക്ഷെ അലക്സ് ആണെങ്കിൽ ആ വീടിനകത്തുള്ള മറ്റൊരു സീക്രട്ട് ആയിട്ടുള്ള വഴി തുറന്ന് അതിനുള്ളിലൂടെ വെളിയിലേക്ക് പോകുന്നു. ഇപ്പൊ അതേസമയം നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിലോ ഒരു ലിഫ്റ്റിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. കുറെ നേരം ഒളിച്ചിരുന്നിട്ടും അവൾ വിചാരിക്കും, എത്രയെന്ന് പറഞ്ഞ ഇതിനകത്ത് നിൽക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും ബാക്കി എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഗ്രേസിനെ കൊല്ലാനായിട്ട് ആ വീട് മുഴുവനായിട്ടും അന്വേഷിച്ച് നടക്കാണ്. അതേസമയം വീടിന്റെ മുകളിൽ കാണിക്കുമ്പോൾ ഇവിടുത്തെ ജോലിക്കാരി അലക്സിന്റെ സഹോദരിയുടെ കുട്ടികളുണ്ട്. അവര് രണ്ടുപേരെ ഉറക്കി കിടത്തിയിട്ട് വെളിയിലേക്ക് വരുമ്പോൾ അതിലൊരു പയ്യനെ കാണാനില്ല. അതുകൊണ്ട് ആ ഒരു കുട്ടിയെ അന്വേഷിച്ച് ആ ഒരു ജോലിക്കാരി നടന്നു പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനും ആരെയും കാണാതെ പതിയെ പതിയെ പോവാണ്. പെട്ടെന്നാണ് അവിടേക്ക് വന്ന ഹീറോ ഗ്രേസിനെ പിടിച്ചിട്ട് ഒരു കട്ടിലിനടിയിലേക്ക് വന്ന് ഒളിച്ചിങ്ങനെ ഇരിക്കും. ഇപ്പൊ ഗ്രേസിനൊന്നും മനസ്സിലാവുന്നില്ല, ഇനിയിപ്പോ കളിയുടെ ഭാഗമായിട്ട് അവൻ വിളിച്ചുകൊണ്ട് വന്നതായിരിക്കും. അപ്പോഴാണ് ആ മുറിക്കകത്തേക്ക് ആ ജോലിക്കാരി വന്നിട്ട്, ഹേയ് കട്ടിലിന് പിറകിൽ എന്താ രണ്ടുപേരും സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു വരുന്നതും പെട്ടെന്ന് അവളുടെ പിറകിലൂടെ തലയിൽ ആരൊരാൾ ഷൂട്ട് ചെയ്യുന്നു. അവൾ മരിച്ച് താഴെ വീഴുമ്പോൾ നമ്മുടെ ഗ്രേസ് ഇത് കണ്ടിട്ട് ഇതാരാണെന്ന് നോക്കുമ്പോൾ അലക്സിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ബാക്കിയുള്ളവരും അവിടേക്ക് വരുമ്പോഴത്തേക്കും അലക്സിന്റെ സഹോദരിയോട് ചോദിക്കും, അല്ല നീ എന്തിനാ ഇവളെ ഷൂട്ട് ചെയ്തത്? ഗ്രേസ് ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമല്ലേ, ഇവള് കറുത്ത വസ്ത്രവും, അതറിയാതെയാണ് ഷൂട്ട് ചെയ്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ അവളെ അന്വേഷിക്കുകയും ഇന്ന് തന്നെ അവളെ കൊല്ലണമെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും ആ മുറിക്കകത്ത് നിന്ന് വെളിയിലേക്ക് പോകുന്നതും ഇതെല്ലാം ഇവിടെ കേട്ടിരിക്കുന്ന ഹീറോയിന് എങ്ങനെയുണ്ടാവും? അവൾക്കിപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അങ്ങനെ തന്നെ വിറച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അലക്സ് ഇവളെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അലക്സ് ഗ്രേസിനോട് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നീ ആ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ആ കാർഡ് എടുത്തത് കൊണ്ടാണ് ഇവരെല്ലാവരും നിന്നെ കൊല്ലാനായിട്ട് നടക്കുന്നത്. ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു ഗെയിമാണ്, ഇതിൽ നീ സർവൈവ് ചെയ്തേ മതിയാവൂ എന്നെല്ലാം അവളോട് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് സീനിൽ ഒരാളെ ഒരു കുടുംബം കൊല്ലുന്നതായിട്ട് കണ്ടല്ലോ. അതിൽ അവസാനമായിട്ട് ഒരു പെണ്ണ് വെഡിങ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അകത്തേക്ക് കരഞ്ഞോണ്ട് പോവുകയും ചെയ്തു. അത് വേറെ ആരുമല്ല, ഇപ്പോൾ ഹെലൻ എന്ന് പറഞ്ഞിട്ട് മുടിയെല്ലാം വെട്ടി ഒരമ്മച്ചി ഉണ്ടല്ലോ, അവരായിരുന്നു അത്. അവരുടെ സ്വന്തം ഭർത്താവിനെയാണ് അന്ന് ഗെയിം കളിച്ചിട്ട് അവർ കൊന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ അലക്സ് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയാഞ്ഞത്. പക്ഷെ ഇപ്പോൾ നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ക്യാമറയുള്ള മുറിയിലേക്ക് പോയിട്ട് ക്യാമറ എല്ലാം പരിശോധിക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഡോറുകളും ഞാൻ ഓപ്പൺ ചെയ്ത് വിടാം, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഷൂവും കൊടുക്കുന്നു. അതേസമയം നമ്മുടെ അലക്സിന്റെ സഹോദരിയെ കാണിക്കുമ്പോൾ അവള് ഡ്രഗ് എല്ലാം വലിച്ചു കയറ്റിയിട്ട് ഞാൻ തന്നെ അവളെ കൊല്ലുമെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇപ്പോൾ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്ത് അലക്സിന്റെ അച്ഛൻ, അമ്മ, പിന്നെ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ഇവരെല്ലാവരും ആ ഒരു ജോലിക്കാരുടെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസ് വഴി കണ്ടുവന്ന് നിൽക്കുന്നതോ ഇവരുടെ മുന്നിലേക്ക്. ഇവരിത് കാണുന്നത് പെട്ടെന്ന് ആ ഒരു ജോലിക്കാരുടെ ശരീരം താഴെ കിട്ടിട്ട് അവളെ കൊല്ലാൻ വേണ്ടി തോക്കും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പുറകിലൂടെ എമിലി ഉണ്ടല്ലോ, അവൾ വന്ന ആ ഒരു തോക്കെടുത്ത് ചന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഷൂട്ട് ചെയ്യും.
പക്ഷെ അതൊന്നും കൊള്ളത്തില്ല. ആ ഗ്യാപ്പിൽ നമ്മുടെ ഗ്രേസ് രക്ഷപ്പെട്ടൊക്കെ പോവും. അപ്പോൾ ബാക്കി എല്ലാവരും എടി മണ്ടി നീ എവിടെ നോക്കിയാ ഷൂട്ട് ചെയ്യുന്നതെന്നല്ല ചോദിച്ചിട്ട് അവളെ വഴക്ക് പറയാണ്. ഇപ്പൊ നമ്മുടെ ഗ്രേസ് ആണെങ്കിലോ ആ ഡോർ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഇവിടെയെല്ലാം കറങ്ങിയിട്ട് അവസാനം ഒരു ഡോറിനടുത്തേക്ക് നിൽക്കുന്നത് പെട്ടെന്ന് ആ ഡോറ് തുറക്കുന്നുണ്ട്. പക്ഷെ വരുന്നത് ആരാന്ന് വെച്ചാല് ഡാനിയല്. അവനകത്തേക്ക് കയറി വരുമ്പോൾ ഹീറോയും വിചാരിക്കും അവള് പെട്ടുന്ന്. പക്ഷെ ഡാനിയല് അവളെയൊന്നും ചെയ്യത്തില്ല. എന്താന്ന് വെച്ചാല് അവൻ ഇതുപോലെ ഇവരുടെ ഒരു ഫാമിലി ട്രഡീഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഗെയിം, അതിനോട് വലിയ താല്പര്യമില്ല. അതുപോലെ തന്റെ സഹോദരൻ അലക്സിനെ അവന് വിഷമിപ്പിക്കാനും താല്പര്യമില്ല. കാരണം ഗ്രേസിനെ അലക്സ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ പറയും ഈ ഗെയിമിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരാം, അതിനു മുന്നേ എൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവൻ ഇതുപോലെ 10 വരെ എണ്ണുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഗ്രേസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ അവൾ ഓടിപ്പോയതിനു ശേഷം 10 വരെ എണ്ണീട്ട് ബാക്കി എല്ലാവരെയും വിളിക്കാണ് ഞാൻ ഇതുപോലെ അവളെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അല്ല എവിടെ അവളെന്ന് ചോദിക്കുമ്പോൾ അവൾ ഓടിപ്പോയി. നിനക്ക് അവളെ പിടിച്ചുകൂടായിരുന്നു എന്നെല്ലാം ചോദിക്കുന്നതും. ഇപ്പൊ എമിലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് വരുന്നു, എനിക്ക് അവളെ കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണ് കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നത് പോലെ. ഇപ്പൊ അവൾക്ക് തോക്ക് ഇല്ലാത്തത് കൊണ്ട് അവൾക്കൊരു ക്രോസ് ബോ ഉണ്ടല്ലോ അത് കൊടുക്കാണ്. മോളെ കരയണ്ട, നിനക്ക് ഞങ്ങൾ ഇത് തരാന്ന് പറഞ്ഞ ആ ഒരു ക്രോസ് ബോ കൊടുക്കുമ്പോൾ ഇവൾ ആ ഒരു ക്രോസ് ബോ എടുത്ത് വെച്ചേക്കാണ്. ഇവൾക്കാണെങ്കിൽ ഇതൊന്നും നല്ലതുപോലെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ആ സമയത്താണ് വേറൊരു ജോലിക്കാരി സാർ മേഡം ഞാൻ ആ പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞു ഓടി ഈ റൂമിനകത്തേക്ക് വരുന്നതും ഈ എമിലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഈ ഒരു ക്രോസ് ബോ അത് പിടിച്ചിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ആ ജോലിക്കാരുടെ വായിലേക്ക് തറച്ചു കയറിയിട്ട് അവൾ അവിടെ താഴെ വന്ന് വീഴാണ്. ഇപ്പോഴും മരിച്ചിട്ടില്ല പാവം. ഇപ്പൊ എമിലി പറയുന്നത് എന്താണെന്നറിയോ, ഇത് ശരിയല്ല, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് പിടിച്ചത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കാണുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാവും, തലയ്ക്ക് 2 തട്ടും കൊടുത്ത് പറഞ്ഞു വിടാൻ തോന്നും. ഇപ്പൊ ഇതില് ഡാനിയലിന്റെ ഭാര്യ പെട്ടെന്ന് ഇവരോട് ചോദിക്കും, ഓക്കെ നമ്മളിപ്പോ ഇത്ര പേരെ കൊന്നില്ലേ, 2 സെർവന്റ് മരിച്ചു, ഇതുപോലെ ഇതൊരു ബലിയായിട്ട് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹെലൻ എന്ന് പറഞ്ഞ അവർ അമ്മച്ചി പറയും, ഇല്ല നമ്മൾ ഈ മരുമകളെയാണ് കൊല്ലേണ്ടത്, അവളെ കൊല്ലാതെ നമുക്ക് ആർക്ക് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവളെ മാത്രമേ നമുക്ക് കൊല്ലാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്തോ നിർബന്ധിച്ച് ഇങ്ങനെ പറയാണ്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ ഗ്രേസിന് ഇപ്പോൾ ഓടാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ കല്യാണ ഡ്രസ്സ് ഉണ്ടല്ലോ അതിന്റെ താഴെ വലിച്ചങ്ങ് കീറും. എന്നിട്ട് ഓടി ആ ഒരു മെയിൻ ഹാളുണ്ട്, ഇവരെല്ലാവരും ഈ ഒരു ഗെയിം കളിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു തോക്കിരിപ്പുണ്ട്, ബുള്ളറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇപ്പൊ അവളും തയ്യാറാവാണ്. തന്നെ കൊല്ലാനായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു എന്തായാലും കൊല്ലണമല്ലോ. അതുകൊണ്ട് അവൾ റെഡി ആയിട്ട് ഒരു കണ്ണാടിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കല്യാണ പെണ്ണിന്റെ കോലമാണിത്. ഇവിടെ അലക്സിനെ കാണിക്കുമ്പോൾ അലക്സ് ആ ഒരു ക്യാമറ മുറിയിലേക്ക് പോയിട്ട് അവിടെയുള്ള ക്യാമറ എല്ലാം ഓണാക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഇവിടുത്തെ മെയിൻ ഡോറുകളെല്ലാം ഓപ്പൺ ആക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവിടെ അലക്സിന്റെ അച്ഛൻ പറയുന്നത്, ശരി നമുക്ക് ആ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, എന്തായാലും അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്യാമറ യൂസ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വല്യമ്മ പറയും, ഇല്ല നമുക്ക് ട്രഡീഷൻ വിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ഡാനിയലിന്റെ ഭാര്യ പറയും, എന്ത് ട്രഡീഷൻ, ട്രഡീഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കത്തി കോടാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇതുപോലെ തോക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്നില്ലേ, അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ആ ഒരു പെണ്ണിനെ കൊന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ ക്യാമറ നോക്കാനായിട്ട് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ ഗ്രേസ് ആ ഒരു തോക്കും കൊണ്ട് ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു ഡോറ് ഷൂട്ട് ചെയ്ത് താർക്കാൻ വേണ്ടി ഈ ഒരു തോക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ബുള്ളറ്റ് കറക്റ്റ് വർക്കാവുന്നില്ല. അതുമല്ല അവളിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. ഇപ്പോഴതിനകത്തേക്ക് ഒരു ജോലിക്കാരൻ കയറി വരുന്നതും ഇവള് ശബ്ദം കേട്ട് അവിടെ ടേബിളിനടുത്തായിട്ട് ഒളിച്ചിരിക്കും. എന്നിട്ട് അയാളെ കേൾക്കാതെ ആ ഒരു ബുള്ളറ്റ് തോക്കിൽ ലോഡ് ചെയ്യാണ്. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അയാളാണെങ്കിൽ എന്തോ ഒരു ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് വന്നതായിരുന്നു. ഇവള് തോക്കെടുത്ത് അയാളുടെ മുന്നിൽ നിൽക്കുന്നതും അയാൾക്കാണെങ്കിൽ ഒട്ടും പേടിയില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള തോക്കാണ്, അത് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല എന്ന് അയാൾക്ക് അറിയാം. ഇത് പറഞ്ഞിട്ട് അയാൾ ചിരിക്കുമ്പോഴത്തേക്കും അവൾ അടുത്തിരിക്കുന്ന ആ ഒരു ചൂട് വെള്ളം എടുത്ത് അയാളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയാടി. അതേസമയം അലക്സിന്റെ അച്ഛനും അതേപോലെ തന്നെ ഡാനിയല് ഇവർ രണ്ടുപേരും നടന്നു വരികയാണ് ക്യാമറ റൂമിലേക്ക്. ഇപ്പോൾ ക്യാമറയെല്ലാം ഓൺ ആയിട്ടിരിക്കുന്നു. അതെന്തായാലും അലക്സ് ആയിരിക്കും ചെയ്തെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി വരുമ്പോൾ അലക്സ് ആ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഡോർ കൺട്രോൾ ചെയ്യുന്ന എല്ലാ സ്വിച്ചുകളുണ്ടല്ലോ അതെല്ലാം അങ്ങ് തകർക്കും. ഇത് കാരണം അലക്സിന്റെ അച്ഛന് നല്ല ദേഷ്യമായിട്ട്, നിനക്കറിയത്തില്ലേ നമ്മുടെ ഫാമിലിയുടെ ട്രഡീഷൻ എന്താണെന്ന് എന്നെല്ലാം പറഞ്ഞ് അലക്സിനെ അയാൾ നല്ലതുപോലെ അടിക്കുമ്പോഴത്തേക്കും അലക്സ് അവന്റെ അച്ഛനെ തിരിച്ചടിക്കും. ഇത് കണ്ട ഡാനിയലാണെങ്കിലോ, അലക്സ് നിർത്ത്, നമ്മുടെ അച്ഛനെ അടിക്കരുതെന്ന് പറയുമ്പോൾ അലക്സ് തിരിച്ചു വന്നിട്ട് ഡാനിയലിനോട് സംസാരിക്കുന്ന ഗ്യാപ്പിൽ അലക്സിന്റെ അച്ഛൻ പുറയിലൂടെ വന്ന് അലക്സിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവൻ താഴെ വീഴുന്നു. ഇവിടെ നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് ആ ഒരു ചെറിയ ലിഫ്റ്റ് ഉണ്ടല്ലോ അതുവഴി മുകളിലേക്ക് പോകാന്ന് പറഞ്ഞ ആ ഒരു ലിഫ്റ്റിനടുത്തേക്ക് വന്ന് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വേറൊരു ജോലിക്കാരിയുണ്ട്. അവൾ അതിനകത്ത് പേടിച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവളെയും ഇവർ കൊല്ലുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗ്രേസ് പറയും, ഇല്ല നിന്നവരൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് അലറി വിളിച്ചിട്ട്, സാർ മേഡം അവരിവിടെയുണ്ട്, ആ പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നതും
എടാ മോളെ, ഇവളെ രക്ഷിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ചതിച്ച് വേറെ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ അവൾ അതേപോലെ അലറി വിളിച്ചിട്ട് ആ ഒരു ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവള് ഈ ലിഫ്റ്റിന്റെ ഇടയിലായിപ്പോയി. അതുകൊണ്ട് ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവൾ അതിനകത്ത് വെച്ച് തന്നെ ഞെരുങ്ങി ആ പെണ്ണ് അവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വേറൊരു ജോലിക്കാരി വന്നിട്ട് ഇവരോട് പറയുമ്പോഴത്തേക്കും അലക്സിന്റെ അച്ഛനാണെങ്കിൽ അത്രയും ദേഷ്യം. ഒരു കുരുവിയെ പോലെയുള്ള ഒരു പെണ്ണ്, നമ്മൾ എന്ത് ചെയ്തിട്ടും അവൾ നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതിനെല്ലാം കാരണം അലക്സ് ആണ്. ഇവന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒഴിവാക്കണം. ഇത്രയും നാളും എനിക്ക് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല ഇവരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഗ്രേസ് മറ്റൊരിടത്തിരുന്ന് ഒളിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ വീടിന് മുകളിൽ നിന്നും അവള് നേരെ താഴേക്ക് ചാടി എങ്ങനെയെങ്കിലും വെളിയിലേക്ക് ഓടുകയാണ്. ഓടി വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ചെറിയൊരു തൊഴുത്തുണ്ട്. അപ്പൊ അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കും ഈ വീട്ടിലെ 2 കുട്ടികളുണ്ടായിരുന്നല്ലോ, അതിലൊരു ചെറിയ പയ്യൻ ഇതിനകത്തേക്ക് കയറി വരും. അപ്പൊ ഒരു ചെറിയ പയ്യനല്ലേ എന്ന് വിചാരിച്ചിട്ട്, ഹേയ് ജോജി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നതും കൊച്ചു ചെറുക്കന്റെ കയ്യിൽ ഒരു തോക്കിരിക്കുന്നു. ഗ്രേസ് 2 കൈയും തൂക്കി നിൽക്കുന്നതും അവ കറക്റ്റായിട്ട് അവളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. കയ്യിലൊരു ഹോള് തന്നെ വീണിട്ടുണ്ട്. ചെറിയ പയ്യനാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ കൈ മുടക്കിയിട്ട് ഒരു ഒറ്റ ഇടി അവനെ ഇടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും ഇപ്പൊ തിരിയുമ്പോൾ അവിടെ ഒരു വലിയ ആട്ട കെട്ടിട്ടുണ്ട്. അതിനെ കണ്ട് പേടിച്ചിട്ട് ഹീറോയിൻ നേരെ അടുത്ത് മറ്റൊരു ബേസ്മെന്റ് ഉണ്ട്, അതിനുള്ളിലേക്ക് വന്നങ്ങ് വീഴും. വന്ന് വീഴുമ്പോഴത്തേക്കാണ് 1-2 മനുഷ്യരുടെ ശരീരങ്ങളും അതേപോലെ തന്നെ മൃഗങ്ങളുടെ ശരീരങ്ങൾ ഇതെല്ലാം അഴുകി ഇങ്ങനെ കിടക്കാണ്. ഇതെല്ലാം കണ്ട് ഇപ്പൊ കയ്യും മുറിഞ്ഞ് എന്ത് ചെയ്യണമെന്ന രീതിയിൽ ആകെ പേടിച്ചിട്ട് അവിടെ ഒരു ഏണിയുണ്ട്, അതുവഴി മുകളിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഏണിയുണ്ടല്ലോ അതൊടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് ഒറ്റ കൈ കൊണ്ട് തൂങ്ങി കിടക്കും. അതിൽ ഒരു കൈ ആണെങ്കിൽ ഓട്ട വീണ് കിടക്കല്ലേ. ഇപ്പൊ ആ ഒരു ഓട്ടയുള്ള കൈ എടുത്ത് മുകളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റ് ഒരു ആണിയില് ഇപ്പൊ അതിലങ്ങനെ തൂങ്ങിക്കിടക്കാണ്. വേദന സഹിക്കാൻ കഴിയാതെ കുറെ നേരം തൂങ്ങിക്കിടന്നിട്ട് അങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ അവളുടെ കല്യാണ ഡ്രസ്സ് ഉണ്ടല്ലോ അത് വലിച്ചു കീറി തന്റെ കയ്യിൽ വെച്ച് കെട്ടിയിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോഴത്തേക്കും ഡാനിയലിന്റെ ഭാര്യ ഗ്രേസിനെ കാണുന്നുണ്ട്. എന്നിട്ട് അവള് നേരെ അവിടെയുള്ള സെക്യൂരിറ്റി അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിക്ക് ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരോട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അവള് നേരെ അകത്തേക്ക് കയറി പോവും. ഇപ്പൊ നമ്മുടെ ഗ്രേസ് ആണെങ്കിലോ ഓടി വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ഗേറ്റിന്റെ അടുത്തുള്ള ഒരു കമ്പിയുണ്ട്, അത് മാത്രം ഇതിൽ ഇളകിയിരിക്കുകയാണ്. അങ്ങനെ അത് വലിച്ച് ഇളക്കിയിട്ട് അതുവഴി വെളിയിലേക്ക് പോവാന്നും പറഞ്ഞ് ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലെ ഞെരുങ്ങി വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് അവളുടെ മുതുകും എല്ലാം ഈ ഒരു കമ്പിയെല്ലാം കൊണ്ടിട്ട് കീറുന്നുണ്ട്. എന്നാലും വേദനയെല്ലാം സഹിച്ചിട്ട് അവൾ ആ ഒരു ഗേറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ഒരു കാർ അങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് അതിനെ കൈ കാണിച്ച് സഹായിക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും ആ കാർ നിർത്താതെ പോകുമ്പോൾ ഈ പണക്കാർക്കല്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഓടിക്കയറും. ഇപ്പൊ അകത്ത് കാണിക്കുമ്പോഴത്തേക്ക് അവൾ രക്ഷപ്പെട്ടു പോയ കാര്യം ആ ഒരു സെക്യൂരിറ്റി ഒന്ന് പറയുന്നുണ്ട്. സാർ, അവളെ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് അവൾ വന്ന ഉടനെ തന്നെ അവളെ ബലി കൊടുക്കണം, അതുപോലെ സമയം പോകുന്നു, രാവിലെ ആവാറായി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ അലക്സ് ഉണ്ടല്ലോ അവനെ കെട്ടിയിരിക്കുന്ന ആ ഒരു കട്ടിലിൽ നിന്നും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതേസമയം ആ ഒരു സെക്യൂരിറ്റിയെ കാണിക്കുമ്പോൾ അയാൾ നമ്മുടെ ഗ്രേസിനെ പുറകെ തന്നെ പോകുന്നുണ്ട് വണ്ടിയിൽ. ഇപ്പൊ അവളുടെ പിറകെ ആ ഒരു കാർ കൊണ്ടുവന്ന് അവളെ താഴെയിട്ട് നേരെ വന്നിട്ട് അവളെ വലിച്ചെടുത്തിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവളാണെങ്കിലോ അയാളെ ചവിട്ടി താഴെക്കിട്ട് അയാളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അയാളെ കൊണ്ടുവന്ന ആ ഒരു കാർ ഉണ്ടല്ലോ, സോറി, അയാളെ കൊല്ലുന്നില്ല, അയാൾ മയങ്ങി കിടക്കാണ്. ഇപ്പൊ ആ ഒരു കാർ എടുത്ത് അവൾ പോകാനായിട്ട് വരുമ്പോൾ സത്യത്തിൽ ഈ ഒരു കാറ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാർ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നതും ഗ്രേസിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ ഒരു സെക്യൂരിറ്റി അവിടേക്ക് വന്ന് അവളുടെ ദേഹത്തേക്ക് ഒരു മയക്കുമരുന്ന് കുത്തിവെച്ച് അവളെ അവിടെ നിന്ന് നേരെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അയാൾ പറയും, സാർ എനിക്ക് അവളെ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്ത് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതും നമ്മുടെ ഹീറോയിൻ പുറകിലൂടെ എഴുന്നേറ്റിട്ട് ആ ഒരു സെക്യൂരിറ്റി ഒരു ഒറ്റ ചവിട്ട്, അതുപോലെ ഈ ഒരു കാറിന്റെ നിയന്ത്രണം വിട്ടിട്ട് കാറ് തലകീഴായിട്ട് മറിഞ്ഞ് ഒരിടത്തേക്ക് വന്ന് വീഴുന്നതും ഇപ്പോൾ നമ്മുടെ ഗ്രേസ് പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഡാനിയൽ ഉണ്ടല്ലോ അവൻ ഇപ്പോൾ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് കാണുന്ന ഗ്രേസ് പറയും, ഡാനിയൽ എനിക്കറിയാം നീ എന്നെ ഒന്നും ചെയ്യത്തില്ലാന്ന്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നീ എന്നെ ഇപ്പോൾ വെറുതെ വിടാൻ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, എനിക്ക് എൻ്റെ ഫാമിലിയാണ് വലുത് എന്നും പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് ആ ഒരു തോക്ക് കൊണ്ട് ഒരു ഒറ്റയിടി അവൾ താഴെ വീഴുന്നതും അവളിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ആ വീടിനകത്ത് ഒരിടത്ത് കെട്ടിയിട്ടേക്കാണ്. കെട്ടിയിട്ടിട്ട് ഇവരെല്ലാവരും ചുറ്റിനും നിന്ന് ആ ഒരു സാത്താനെ ആരാധിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ഇവരെല്ലാവരും എന്തോ ഒരു കാര്യം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കത്തിയെടുത്ത് വെച്ച് നമ്മുടെ ഹീറോയിനെ കുത്താനായിട്ട് വരുന്നതും പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, എല്ലാവരും രക്തം ഛർദ്ദിക്കുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ ഡാനിയല് അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്ന അതിലെ വിഷം എന്തോ മിക്സ് ചെയ്തിരുന്നു. എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു, പക്ഷെ ആരും പിന്മാറുന്ന ലക്ഷണമില്ല, അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്.
ഇന്നത്തോടെ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ ഡാനിയലിന്റെ ഭാര്യ അവള് മുന്നിൽ വന്ന് നിൽക്കാണ്. ഓ, അപ്പോൾ നീയാണല്ലേ ഇവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് ഡാനിയലിന്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്യും. സ്വന്തം ഭർത്താവാണെന്ന് പോലും നോക്കത്തില്ല. ഇപ്പൊ ഗ്രേസ് അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഡാനിയൽ പറയുന്നുണ്ട്, എന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് നിന്നെ ഞാൻ രക്ഷിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറയുന്നതും ഗ്രേസ് ഡാനിയലിന്റെ ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ തോകല് ബുള്ളറ്റ് തീർന്നു. ആ തോക്ക് പിടിച്ചു വാങ്ങി അവളെ ഒരു ഒറ്റയിടി ഇടിച്ച് താഴെ കിട്ടിട്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡാനിയലിന്റെ അച്ഛൻ വന്നിട്ട് നമ്മുടെ ഗ്രേസിനെ തടഞ്ഞു നിർത്തി അയാൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പറയാണ്. ഇങ്ങനെ കുറെ നേരമായെന്ന് പറഞ്ഞിട്ട് ഒരു വിളക്കെടുത്ത് തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോഴത്തേക്ക് ആ ഒരു വിളക്ക് താഴെ വീണിട്ട് അവിടെയുള്ള കർട്ടനിൽ തീ പിടിച്ച് ഇപ്പൊ ആ ഒരു വീടിനകത്ത് നല്ലപോലെ തീ പിടിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അലക്സിന്റെ അമ്മയുടെ മുന്നിൽ പെടുന്നതും അവരും അവളെ കൊല്ലാൻ വരുമ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ ഫൈറ്റ് ചെയ്ത ഒരു അവസരത്തില് ഹീറോയിന്റെ കയ്യില് ആ ഒരു കാർഡ് കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഗെയിം എല്ലാം കളിക്കുന്ന, അത് കിട്ടുന്നതും അത് വെച്ചിട്ട് അവരുടെ തലയിലേക്ക് ഒരടി. അങ്ങനെ അവരെ അടിച്ച് താഴെ കിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അലക്സ് ഉണ്ടല്ലോ, അവനിപ്പോ വെളിയിലേക്ക് വരുമ്പോൾ ഡാനിയലിനെ ബുള്ളറ്റ് കൊണ്ടിട്ട് അവൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. ഇപ്പൊ അലക്സ് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഡാനിയല് അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ഹാളിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മയും അവിടെ മരിച്ചു കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം ചെയ്തത് ഹീറോയിനാണെന്ന് വിചാരിച്ച് എന്റെ കുടുംബത്തെ നിന്ന് ഇല്ലാണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇപ്പൊ അലക്സിന് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളോടാണ് ദേഷ്യം. ഇപ്പൊ ഗ്രേസിനെ അവൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവൻ പെട്ടെന്ന് അവളെ പിടിച്ചു വെച്ചിട്ട് എല്ലാവരെയും അവിടേക്ക് വിളിക്കും. അത് കഴിഞ്ഞതാണ് വീണ്ടും നമ്മുടെ ഗ്രേസിനെ ആ ഒരു ടേബിളിന് മുകളിലേക്ക് ഇവരെല്ലാവരും കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഇപ്പോ ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, ആ ഒരു കത്തിയെടുത്ത് നമ്മുടെ അലക്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നീ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നതും അവനിപ്പോ ആ ഒരു കത്തി അങ്ങനെ പൊക്കിയിട്ട് അവനാണെങ്കിൽ ഒരു ഇമോഷൻ പോലും ഇല്ല അങ്ങനെ കൊത്തുന്നത് നമ്മുടെ ഗ്രേസ് ഒഴിഞ്ഞു മാറുമ്പോൾ അവളുടെ തോളിലാണ് കത്തി ഇറങ്ങുന്നത്. ഇപ്പൊ ഗ്രേസ് പെട്ടെന്ന് ആ ഒരു കത്തി വലിച്ചൂരിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് അടുത്ത് വന്നാൽ എല്ലാവരും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുന്നതും ഹെലൻ എന്ന് പറഞ്ഞ ആ ഒരു അമ്മച്ചി പെട്ടെന്ന് എന്നിട്ട് ആ ഒരു കർട്ടൻ അങ്ങ് പിടിച്ചു മാറ്റും. ഇപ്പൊ എന്താണ്, അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. അപ്പൊ ഈ ഒരു വെയില് ഇവരുടെ ദേഹത്ത് തട്ടുന്നതും എല്ലാവരും അവര് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേടിച്ചു നിൽക്കുന്നതും ഈ വെയില് തട്ടിയിട്ട് മാർക്കും ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും സമാധാനത്തോടെ നിൽക്കുമ്പോഴാണ് ടേ 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 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും മരിക്കുകയാണ്. സത്യത്തിൽ എന്താന്ന് വെച്ചാല് ഈ കുടുംബത്തിന് ആ ഒരു സാത്താനിലൂടെ ഇത്രയും പേരും പ്രശസ്തിയെല്ലാം കിട്ടിയല്ലോ, അതുകൊണ്ട് ആ ഒരു സാത്താന് ഇതുപോലൊരു ബലി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും മരിക്കും. ഇതിൽ പകുതി ആൾക്കാരും ഇത് വെറും വിശ്വാസമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പോ അത് സത്യമായിരുന്നു. അങ്ങനെ എല്ലാവരും മരിക്കുന്നതും ഇപ്പോൾ നമ്മുടെ അലക്സ് അവ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഇവര് രണ്ടുപേരും മരിക്കാതിരിക്കാൻ കാരണം ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചതുകൊണ്ടാണ്. അപ്പോൾ അലക്സ് ഗ്രേസിനോട് പറയും, ഓക്കെ നീ എന്നോട് ക്ഷമിക്കേ, ആ ഒരു പേടി കാരണമാണ് ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. ഡേ ഇപ്പോൾ നോക്ക്, എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നതും അവൾക്ക് അവനോട് ഒട്ടും ഇഷ്ടമല്ല. ഇത്രയും ചെയ്തിട്ട് പിന്നെ അവനെ തിരിച്ച് സ്നേഹിക്കാനാണോ? അവള് പെട്ടെന്ന് കയ്യിലുള്ള ആ ഒരു മോതിരം വലിച്ചൂരുന്നതും അവനും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് അവനും മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ആ ഒരു തീയെല്ലാം പിടിക്കുമ്പോഴത്തേക്കും ലീബേൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞത്. ഇപ്പൊ അയാളുടെ രൂപം അവിടെയുള്ള ചെയറിൽ വരുന്നു. എന്നിട്ട് അവളോട് പറയും, നീയാണ് ഈ ഒരു ഗെയിമിൽ ജയിച്ചത്, നിനക്കിപ്പോ ഇവിടെ നിന്ന് പോകാം എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നതും ഗ്രേസ് എടാ പോടാ നിന്റെയൊക്കെ ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു വീട് പൂർണ്ണമായിട്ട് ഇങ്ങനെ കത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവൾ വെളിയിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെളിയിലേക്ക് വന്നിരുന്ന ആ ഒരു സിഗരറ്റ് വലിച്ചിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് ഫയർഫോഴ്സ്, പോലീസുകാര്, ആംബുലൻസ് ഇങ്ങനെ എല്ലാവരും വന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഗ്രേസിന്റെ ബോധം പോയിട്ട് അവൾ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ നേഴ്സുമാർ അവളെ പൊക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കിടത്തിയിട്ട് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് മിസ്സസ് ലാഡോമസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ലാഡോമസോ നിക്കോളസ് എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ പേര് പറയുമ്പോഴത്തേക്കും ഇല്ല നിങ്ങൾ അലക്സ് ലാഡോമസിനെയാണല്ലോ വിവാഹം കഴിച്ചത്. ഗ്രേസ് പറയും അതത്ര വിജയിച്ചില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത് അയാളൊരു ഡിറ്റക്റ്റീവ് ആണെന്ന്. ഇപ്പൊ ആ ഒരു വീട് കത്തിപ്പിടിച്ചിട്ട് അതിലുള്ള ഒരുപാട് പേര് മരിച്ചതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സംശയത്തിലാണ് ഈ ഒരു പോലീസുകാരൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ കാര്യത്തെ പറ്റി അവളോട് പറയുമ്പോഴത്തേക്കും അവള് അത് കേട്ട് ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അവൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതേസമയം ഈ ഹോസ്പിറ്റലിലേക്ക് മറ്റൊരു പെണ്ണ് വരുന്നുണ്ട് കണ്ണാടിയൊക്കെ ഇട്ടിട്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിന്റെ സഹോദരിയാണ്. അവളുടെ പേര് ഫെയ്ത്ത് എന്നാണ്. ഇപ്പൊ അവളകത്തേക്ക് കയറി വന്നിട്ട് ഈ ഒരു ഡിറ്റക്റ്റീവിനെ കാണുമ്പോഴത്തേക്കും ഇതാരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇതുപോലെ എന്റെ സഹോദരിയാണ്, ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് പരസ്പരം കണ്ടിട്ടില്ല, അത് ഫാമിലി പ്രശ്നങ്ങൾ കാരണമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവിടെ നിന്ന് പോകുന്നതും ഫെയ്ത്ത് ഗ്രേസിനോട് കാര്യങ്ങൾ ചോദിക്കാണ്. ശരി എന്താ സംഭവിച്ചത് എന്നോട് നീ പറയുമ്പോൾ
ഗ്രേസ് പറയും, ഞാൻ പറഞ്ഞാലും നീ അത് വിശ്വസിക്കോ? ഓക്കെ, എന്തെങ്കിലും പറയാൻ പറയുന്നതും ഇപ്പൊ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് അവളോട് പറഞ്ഞു കൊടുക്കാണ്. ഇതുപോലെ ഞാൻ അലക്സിനെ കണ്ട കാര്യം നിനക്കറിയാലോ? അതെ അറിയാം. അവനെ കല്യാണം കഴിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവനൊരു കാർഡ് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ കാർഡ് എടുത്തപ്പോൾ അതിലെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ് വന്നത്. പിന്നീട് അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അവസാനം അലക്സ് ഉൾപ്പെടെ. അങ്ങനെ എല്ലാവരിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ ആ ഒരു ഗെയിം അവസാനിച്ചപ്പോൾ എന്തോ ഒരു ശാപത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അവരെല്ലാവരും മരിച്ചുപോയി. അവസാനം അലക്സ് ഇട്ട് തന്ന ആ ഒരു മോതിരം ഊരി അവന്റെ അടുത്തേക്ക് ഞാൻ ഇട്ടു കൊടുക്കുമ്പോൾ അവനും പൊട്ടിത്തെറിച്ച് മരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചെയറിലെ ഒരാളുടെ രൂപം ഞാൻ കണ്ടു. അയാൾ ഞാൻ ഈ ഒരു ഗെയിമിൽ ജയിച്ചു എന്നെല്ലാം പറഞ്ഞു. ഇതാണ് സംഭവിച്ചെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നതും ഇതിപ്പോ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഫെയ്ത്തിന് അത് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. അതേസമയം മറ്റൊരിടത്ത് ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വയസ്സായിട്ടുള്ള ഒരാളെ കാണിക്കുകയാണ്. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് ഒരു വക്കീൽ നടന്നു വരുന്നു. എന്നിട്ട് പറയും, സാർ എനിക്കൊരു ന്യൂസ് ഉണ്ട് എന്ന് പറയുന്നതും ഇപ്പോ ഇവിടെ നമ്മുടെ ഗ്രേസിന് സംഭവിച്ചല്ലോ. അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു കുടുംബം ഇല്ലാണ്ടായി. ആ കുടുംബത്തെ പറ്റിയുള്ള കാര്യമാണ് ഇപ്പൊ ഇയാളോട് പറയുന്നത്. എന്താന്ന് വെച്ചാലേ ഇതൊരു വലിയ കൗൺസിൽ പോലെയാണ്. ഇതിൽ പല രാജ്യങ്ങളിലുള്ള 6 വലിയ കുടുംബങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ ശ്രമിച്ച ആ ഒരു കുടുംബത്തിന്റെ പേര് ലെഡൂർ എന്നാണ്. അതുകൊണ്ട് ആ ഒരു കുടുംബം ഇനി മുതലില്ല. അതേപോലെ ഇവരുടെ നിയമ ബുക്കില് ഈ കളി ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഇപ്പൊ ആ ഒരു കുടുംബം ഇല്ലാതായതുകൊണ്ട് ഈ കളി കളിക്കേണ്ടത് ബാക്കിയുള്ള കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതിൽ ഹൈ സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പൊസിഷൻ ഉണ്ട്. ആ ഒരു പൊസിഷൻ ഇപ്പോൾ ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു തെരഞ്ഞെടുപ്പും കൂടിയാണ് ഈ കളിയിലൂടെ ഇനിയിപ്പോൾ ഇവർ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ബാക്കിയുള്ള കുടുംബങ്ങളും ഇവിടേക്ക് വന്നിട്ട് ഈ ഗെയിമിൽ പങ്കെടുത്ത് ആ ഗെയിം പൂർത്തിയാക്കിയിട്ട് ആ ഹൈ സീറ്റിൽ വിജയിയായിട്ടുള്ള ഒരാൾ ഇരിക്കണം. അപ്പൊ ആ കാര്യമാണ് ചെസ്റ്റർ എന്ന് പറഞ്ഞ ഇയാളോട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമ ബുക്കുണ്ട്, ഇതൊരു വലിയ കൗൺസിലാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ ഒരു ബുക്കിൽ നോക്കി പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തലവനായിട്ടിരിക്കുന്ന ഈ ഒരു അപ്പൂപ്പൻ തന്റെ മക്കളായിട്ടുള്ള ബാക്കിയുള്ള പല കുടുംബങ്ങളിലുള്ള, അത് പല രാജ്യങ്ങളിലുള്ള ഓരോരുത്തരായിട്ട് വിളിക്കാണ്. വാൻ ഫാമിലിയിൽ നിന്നും വാൻ ചെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനക്കാരി, അവൾക്ക് ഈ ഒരു മെസ്സേജ് വരുന്നു. അപ്പൊ അവൾ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മെക്സിക്കനോ സ്പാനിഷോ ആണെന്ന് തോന്നുന്നു. എയ് കൈഡിയോ ഫാമിലി എന്ന് പറഞ്ഞിട്ട് നാസ്റ്റർ കാർണോബെൽ, അതേപോലെ തന്നെ അവന്റെ മകള് ഫ്രാൻസെസ, ഇവര് രണ്ടുപേരും ഈ കുടുംബത്തിൽ നിന്ന് വരുന്നു. പിന്നെ വിൽകിൻസൺ ഫാമിലിയിൽ നിന്നും വിൽകിൻസൺ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, അവനൊരു അമേരിക്കക്കാരനാണ്. പിന്നെ രാജൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു കുടുംബമുണ്ട്. അതിൽ നിന്നും വരുന്ന 2 സഹോദരങ്ങളാണ് വിരാജ് രാജൻ, അതേപോലെ തന്നെ മധുരാജൻ. കൂടാതെ അതിൽ സഹോദരന്റെ കാമുകി നടിയും എന്ന് പറഞ്ഞൊരു ഫോറിൻ പെണ്ണുമുണ്ട്. പിന്നെ ഡാൻഫോർത്ത് ഫാമിലി, അവിടെ നിന്നും ഇരട്ടകളായിട്ടുള്ള 2 സഹോദരങ്ങളാണ്, ഉർസലയും അതേപോലെ തന്നെ ടൈറ്റസും. അപ്പൊ ഇത്രയും കുടുംബങ്ങളെയും ഈ കാര്യം വിളിച്ചറിയിച്ചിട്ട് ഇവരോട് എല്ലാവരോടും ഒരു സ്ഥലത്തേക്ക് വരാൻ പറയും. എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും വന്നതിന് ശേഷമാണ് ആ ഒരു ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും. അതിൽ ആരാണ് ആ ഒരു ഹൈ സീറ്റിലേക്ക് ഇരിക്കുന്നത്, അതൊരു മോതിരമുണ്ട്. ആ ഒരു മോതിരം കൈക്കലാക്കുന്നത് ആരാണ് എന്നീ ഒരു ഗെയിമിലൂടെയാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള 2 പേരുണ്ടല്ലോ, ഉർസോലയും ടൈറ്റസും, അവര് 2 പേരും ചാർലസ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ കാണാനായിട്ട് വരും. ഈ അപ്പൂപ്പനെ കാണാനായിട്ട് വരുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇനിയിപ്പോ ഈ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളാണ്, എന്നെ കൊണ്ടൊരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കൊല്ലാനായിട്ട് പറയുമ്പോൾ ഇവർക്ക് 2 പേർക്കും വേറെ വഴിയില്ല, അയാളെ കൊന്നേ മതിയാവൂ. അങ്ങനെ അയാളെ കൊന്ന്, അതും ഇവരുടെ എല്ലാവരുടെയും ഫാദർ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇപ്പോൾ വേറെ വഴിയില്ലാതെ 2 പേരും തലേനെടുത്ത് അയാളുടെ മുഖത്തേക്ക് വെച്ചിട്ട് അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്യുന്നു, അതും അയാൾ ആവശ്യപ്പെട്ടതുപോലെ. ഓക്കെ, ഇതിനിടയിൽ ഒരു സൈക്കോ ഒരുത്തനും കൂടിയുണ്ട്. അവനിപ്പോ ഡ്രഗ് എല്ലാം വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ ഹീറോയിനെ കൊല്ലാനുള്ള ആ ഒരു ത്വരയിൽ പെട്ടെന്ന് തന്നെ വരികയാണ്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ് ഉള്ളത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് വന്നിട്ട് ഗ്രേസിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത് പെട്ടെന്ന് ഈ പോലീസുകാരന്റെ കഴുത്തിലേക്ക് ഒരു കത്തി വന്ന് തറച്ചിരിക്കുന്നു. അയാൾ അപ്പോൾ തന്നെ അവിടെ മരിച്ചു വീഴുകയും ചെയ്യും. ഇത് വേറെ ആരുമല്ല, ആ ഒരു ഭ്രാന്തനുണ്ടല്ലോ സൈക്കോ, അവനായിരുന്നു. ഇപ്പൊ ഇത് കൂടി കാണുന്നത് നമ്മുടെ ഗ്രേസ് ഫെയ്ത്തിനെ അങ്ങനെ പിടിച്ചിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ വായി മൂടി ഒളിച്ചിരിക്കുകയാണ്. ഈ സൈക്കോ ആണെങ്കിലോ അവിടേക്ക് വന്നിട്ട് ഇവരെ 2 പേരെ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുന്നു. പക്ഷെ ഇവരെ 2 പേരും അയാളെ കാണാതെ ഒളിച്ചൊളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. എന്നിട്ട് ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്ന് അയാളുടെ തോക്കെടുക്കുന്നതും ഈ സൈക്കോ ഇവരെ കണ്ട് ഇപ്പൊ ഇവരെ 2 പേരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും നമ്മുടെ ഗ്രേസ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഒരു തോക്ക് പിടിച്ച് മാറ്റിയിട്ട് ഗ്രേസിനെ ചവിട്ടി താഴേക്കിട്ട് ഒരു കത്തിയെടുത്ത് അവളെ കുത്താനായിട്ട് വരുന്നതും അവനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്താന്ന് വെച്ചാലേ ഈ ഒരു ഗെയിം ഒരിക്കലും തുടങ്ങിയിട്ടില്ല, അതിനു മുന്നെയാണ് ഇവൻ അവളെ കൊല്ലാനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ കുറെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഈ ഒരു മണ്ടൻ അറിയത്തില്ലായിരുന്നു. അതും ഇനി ആ ഒരു ഡ്രഗ് എല്ലാം വലിച്ചു കയറ്റിയിട്ട് ഈ കൊല്ലാനുള്ള അഭിപ്രായത്തിൽ വന്നതുകൊണ്ടാണ് ഇവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അങ്ങനെ 2 പേരും അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു തോക്ക് കൊടുത്ത്
ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ട് പോകാനായിട്ട് വരുമ്പോൾ വേറെ കുറച്ച് പേര് മാസ്കുമായിട്ട് അകത്തേക്ക് കയറി വരുന്നു. അതുമല്ല, അവരെന്തോ ഒരു സ്മോക്ക് ബോംബ് അതെടുത്ത് ഇവരുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും അതിൽ നിന്നുള്ള ആ ഒരു പുക ശ്വസിച്ചിട്ട് ഫെയ്ത്തിന്റെയും ഗ്രേസിന്റെയും ബോധം പോയി രണ്ടുപേരും താഴേക്കൊന്ന് വീഴുന്നു. എന്താന്ന് വെച്ചാല് ഈ ഒരു കുടുംബത്തിലുള്ള ആ രണ്ടുപേരുണ്ടല്ലോ, അവരാണ് ഇവരെ രണ്ടുപേരെ കൊണ്ടുപോകാനായിട്ട് ഇവിടേക്ക് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഡാൻഫോർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഉടമസ്ഥരെ ഉർസലയും അതേപോലെ തന്നെ അവളുടെ സഹോദരനായിട്ടുള്ള ടൈറ്റസുമാണ്. ഇവർ രണ്ടുപേരും അതിനകത്ത് എന്തൊരു കല്യാണം നടക്കുമായിരുന്നു. ഇപ്പൊ അവിടെയുള്ള എല്ലാവരെയും ദയവ് ചെയ്ത് എല്ലാവരും ഇവിടെ നിന്ന് പോകണം, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്തിനാണ് ഈ ഒരു ഗെയിം ഇവിടെ വെച്ചാണ് ഇവർ നടത്താൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ഫാമിലിയിലുള്ള ബാക്കി അംഗങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും ഇവിടേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഈ ഇരട്ട സഹോദരങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇവിടെ വന്ന ആ ഒരു ഗെയിം എല്ലാവരോടും കളിച്ചിട്ട് അവസാനം ആ ഒരു ഹൈ സീറ്റ് ഉണ്ടല്ലോ, അത് ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തമാക്കി എടുക്കണം. അങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനായിട്ടും ഇവർക്ക് ഭരിക്കാൻ കഴിയും. കാരണം ഒരുപാട് സ്വത്തുകളും കാര്യങ്ങളും ഭയങ്കര ഒരു അധികാരമായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളുണ്ടല്ലോ, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അവർ ഓരോരുത്തരായിട്ട് ഇവരേക്ക് വരുന്നു. ഇപ്പൊ എല്ലാവരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല, നമുക്ക് ചൈനക്കാരി, ഇന്ത്യക്കാരൻ, ഫ്രഞ്ചുകാരൻ അങ്ങനെ തന്നെ വിളിക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പേരിനെ കാട്ടി പെട്ടെന്ന് മനസ്സിലാവുന്നതും അങ്ങനെയായിരിക്കും. ഇപ്പൊ ആ ഒരു റഷ്യക്കാരൻ അവിടേക്ക് വരുമ്പോഴത്തേക്ക് റഷ്യക്കാരനോടൊപ്പം അയാളുടെ മകനുണ്ട്, അയാൾക്കൊരു മകളും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവള് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുമെന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചൈനക്കാരി വരുന്നു. ഇപ്പൊ ചൈനക്കാരി വന്നിറങ്ങുമ്പോഴത്തേക്കും ചൈനക്കാരിയോടൊപ്പം അവളുടെ മകനുണ്ട്. അവളുടെ മകനാണെങ്കിൽ എപ്പോഴും വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ടായിരിക്കുന്നത്, ഒരു മണ്ടൻ ചെറുക്കൻ. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത കുളം പോയതാണ് നമ്മുടെ ഇന്ത്യക്കാരുണ്ടല്ലോ, സഹോദരന്മാര്. അതിൽ ഈ ഒരു മഞ്ഞ ഷർട്ട് ഇട്ടവനാണ് സഹോദരൻ. ഈ കാറിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങുന്നത് ജ്യേഷ്ഠനും, ഇപ്പൊ സഹോദരന്റെ ആ ഒരു കാമുകിയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുമ്പോൾ ഈ രണ്ട് ഇരട്ട സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഓക്കെ നമ്മുടെ അതിഥികൾ വന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ ഗ്രേസിനെ ഫെയ്ത്തിനെ കാണിക്കുമ്പോഴാണ് രണ്ടുപേരെയും ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. അതുപോലെ അവർക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ വായിൽ എന്തോ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ചുറ്റിനും നിന്ന് ഇവരെ രണ്ടുപേരും നോക്കും. ഇവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അതിലുള്ള എല്ലാവരും, അല്ല നിങ്ങൾ ലെബേലിനെ കണ്ടിട്ടുണ്ടോ എന്ന ഒരു ചെറിയ പയ്യൻ ചോദിക്കുമ്പോൾ അതിൽ ആ ഒരു ഇന്ത്യക്കാരൻ സഹോദരനുണ്ടല്ലോ, അവനിപ്പോൾ വന്നിട്ട് ഓക്കെ ഇവർ മരിക്കുന്നതിന് മുന്നേ ഇവരോടൊപ്പം ഒരു സെൽഫി എടുക്കട്ടെ എന്നും പറഞ്ഞ് അവൻ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്താ ഇവരെ രണ്ടുപേരെ കൊല്ലുന്നതിന് മുന്നേ അവരെന്താ അത്ഭുതത്തോടെ ഇതെല്ലാം കാണുന്നത് പോലെയാണ് ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വക്കീലുണ്ടല്ലോ, അയാള് ഇവരുടെ ആ ഒരു നിയമ പുസ്തകമായിട്ട് അവിടേക്ക് നടന്നു വരുന്നത്. അങ്ങനെ അവിടേക്ക് വരുന്നതും ഇപ്പോൾ ഹീറോയിനെ കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട്, ഹായ് മിസ്സിസ് ലഡോമസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലഡോമസ് എന്ന് പറയാൻ കാരണം ഹീറോയിന്റെ പേര് ഗ്രേസ് ലഡോമസ് എന്നാണ്. അതുപോലെ ഈ ഒരു വക്കീല് പറയും, ഞാനാണ് ലാബേലിന്റെ ഒരേ ഒരു വക്കീല്, ഈ ഒരു ഓർഗനൈസേഷന്റെ വക്കീല്. എന്നിട്ടാണ് അയാൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്. ഇതൊരു വലിയ ഓർഗനൈസേഷനാണ്, അതുകൊണ്ട് ഇതിനൊരു നേതാവ് വേണം. അത് ഹൈ സീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിലിരിക്കാൻ വേണ്ടി ഇത്രയും നാൾ അതിലിരുന്നത് ചെസ്റ്റർ ആയിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇരട്ട സഹോദരങ്ങൾ ഇപ്പോൾ കൊന്നല്ലോ ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പനാണ് ഇത്രയും കാലം ആ ഹൈ സീറ്റിലിരുന്ന് ഈ അധികാരങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അയാൾ മരിച്ചതുകൊണ്ട് ഈ ഹൈ സീറ്റിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കാനായിട്ടൊരു രീതിയുണ്ട്. ഇതുപോലെ ഇവർ തുടങ്ങി വെച്ച ആ ഒരു ഗെയിം അവസാനിപ്പിക്കണം. അതിൽ ആരാണോ ജയിക്കുന്നത് അവരാണ് ഈ ഒരു ഹൈ സീറ്റിന് ഉടമ. ഒരുപക്ഷെ നമ്മുടെ ഹീറോയിനാണ് ജയിക്കുന്നതെങ്കിൽ അവൾക്കും ഇതിലിരിക്കാൻ കഴിയും. കാരണം അവൾ ഈ ഒരു കുടുംബത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചതുകൊണ്ട് ഈ ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഹീറോയിന് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹൈ സീറ്റിൽ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാലേ അവരുടെ കയ്യിൽ ആ ഒരു മോതിരം കിട്ടിയാലേ അവർക്ക് ഭയങ്കര അധികാരമായിരിക്കും. കാരണം പിന്നീട് അയാൾ പറയുന്നത് മാത്രമേ എല്ലാവരും കേൾക്കത്തുള്ളൂ. അത്രയും വലിയൊരു അധികാരം. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസിനോട് ചോദിക്കും, ശരി ഗ്രേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് തലയാട്ടുന്നതും ഇപ്പൊ അവളുടെ വായിൽ ആ ഒരു കെട്ടഴിച്ച് മാറ്റുമ്പോഴത്തേക്കാണ് ആദ്യം തന്നെ അവൾ ചോദിക്കുന്നത് എനിക്കൊരു സിഗരറ്റ് കിട്ടുമെന്നാണ്. അപ്പൊ ആ വക്കീൽ പറയും, ഇല്ല കിട്ടത്തില്ല. അതുമല്ല നമ്മുടെ ഹീറോയിന്റെ സഹോദരി ഫെയ്ത്ത് ഉണ്ടല്ലോ, അവളും ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു ഗെയിമിൽ അവളും പങ്കെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു സീറ്റും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, ഈ ഒരു ഹൈ സീറ്റിൽ ഇരിക്കുന്നവരാണ് ഈ കൗൺസിലിനെ നിയന്ത്രിക്കുന്നത്. ഈ കൗൺസിലാണ് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഗ്രേസ് ചോദിക്കും, അല്ല ഇനി ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കാർഡ് വലിച്ചെടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ കാർഡ് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കളിച്ച ആ ഒരു കളിയുടെ ബാക്കി കളിച്ചാൽ മതി. ഇത്തവണ നിങ്ങളെ കൊല്ലാൻ വരുന്നത് ഈ അംഗങ്ങളായിരിക്കും. അടുത്ത ദിവസം രാവിലെ വരെ നിങ്ങൾ അതിജീവിക്കണം. ബാക്കി റൂളുകളെല്ലാം നിനക്കറിയാലോ, നേരത്തെ നീ അത് കളിച്ചതുകൊണ്ട് നിനക്കത് നല്ലതുപോലെ അറിയാൻ കഴിയും. ഇതിൽ ആര് ജയിച്ചാലും അവർക്ക് ഈ ഒരു ഹൈ സീറ്റ് സ്വന്തമാകും. അത് കഴിഞ്ഞിട്ട് അവരെ കിരീടം അണിയിച്ച് ആ ഹൈ സീറ്റിലേക്ക് ഇരുത്തും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസ് പറയും, ശരി ഞാനൊരിക്കലും ഈ ഒരു ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ വക്കീല് അവളുടെ സഹോദരിയെ കൊല്ലാൻ പറയുന്നതും ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരു ലേഡി വന്നിട്ട് ഫെയ്ത്തിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ
തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ഗ്രേസ് പറയും ശരി ഞാൻ ഈ ഗെയിം എന്തായാലും കളിക്കാം, അവളെ വെറുതെ വിടാൻ പറയുന്നതും ഇപ്പൊ ആ ഒരു ഫ്രഞ്ചുകാരനുണ്ടല്ലോ അയാളുടെ മകള് ഇതിനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് നമ്മുടെ ഗ്രേസിനെ കാണുമ്പോൾ പറയുന്നുണ്ട് നിന്നോട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്, കാരണം എന്റെ ഫിയാൻസിയാണ് നീ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല അലക്സ് ഉണ്ടല്ലോ, അലക്സിനെ ഇവള് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവന് നമ്മുടെ ഗ്രേസ് കെട്ടിയതുകൊണ്ട് ഇവൾക്ക് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ഗെയിമിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോ നമ്മുടെ ഗ്രേസിനെ ഫെയ്ത്തിനെ മയക്കാൻ വേണ്ടി അവരുടെ കഴുത്തിലേക്ക് മരുന്നിങ്ങനെ കുത്തിവെക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ രണ്ടുപേരും മയങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ഇവര് രണ്ടുപേരെയും ഇപ്പൊ ഈ ഒരു വീടിനകത്ത് വെച്ചല്ലേ ഈ ഒരു ഗെയിം നടക്കാൻ പോകുന്നത്. ഇവിടെ വലിയൊരു ഗാർഡൻ ഉണ്ട്. ഈ വലിയ ബിൽഡിങ്ങും അതിന് ചുറ്റുമുള്ള ആ ഒരു പരിസരം ഉണ്ടല്ലോ അതിന് വെളിയിലേക്ക് ഇവരെ രണ്ടുപേരെയും കൊണ്ടിടും. ഏകദേശം ഒരു 2 മണി കഴിയുമ്പോഴത്തേക്കും ഈ ഗെയിം സ്റ്റാർട്ട് ആവും. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കൈ വിരല് അല്ലെങ്കിൽ കയ്യിലെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചിട്ട് ആ രക്തം വെച്ച് അവരുടെ ഈ ഒരു നിയമ ബുക്ക് ഉണ്ടല്ലോ അതിൽ സൈൻ ചെയ്യണം. എന്നിട്ട് വേണം ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി. കൂടാതെ ഈ കൗൺസിലിലുള്ള അംഗങ്ങൾ പരസ്പരം അവരെ കൊല്ലാൻ പാടില്ല. അതേപോലെ ഇപ്പൊ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാളുടെ അടുത്ത അവകാശി ഉണ്ടല്ലോ, ഇപ്പൊ മകനാവാം, മകളാവാം, അല്ലെങ്കിൽ സഹോദരനാവാം, ഭാര്യയാവാം, അവർക്കും ഈ ഒരു ബുക്കിലേക്ക് ഒപ്പിട്ടതിന് ശേഷം ഈ ഗെയിമിൽ പങ്കെടുക്കാൻ കഴിയും. ഇപ്പൊ ഈ ഒരു നിയമവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവരെല്ലാവരെയും ആ ഒരു വീടിന് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഗാർഡന്റെ ഒരു വശത്തായിട്ട് നമ്മുടെ ഹീറോയിനെയും അവളുടെ സഹോദരിയും കിടത്തിയേക്കാണ്. ഇവർക്ക് രണ്ടുപേർക്കും പതിയെ ബോധം വെച്ചിട്ട് കണ്ണു തുറക്കുന്നു. ഇവര് രണ്ടുപേരും ഇപ്പോൾ ബോധം വന്ന് കണ്ണു തുറക്കുന്നതും ഇപ്പൊ അവരെ കൊല്ലാൻ വരുന്ന എല്ലാവരും ഉണ്ടല്ലോ അവരെല്ലാവരും ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ നിൽക്കാണ് അതിൽ പോകാൻ വേണ്ടി. എന്നിട്ട് സമയാവുന്നതും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉർസലയും ടൈറ്റസും ആ 2 ഇരട്ട സഹോദരങ്ങളുണ്ടല്ലോ അവർ രണ്ടുപേരും ബാക്കി എല്ലാ വണ്ടികളുടെയും കീ എല്ലാം ഊരി മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് ബാക്കി ആർക്കും ആ വണ്ടിയിൽ പോകാൻ കഴിയത്തില്ല. എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് നേരത്തെ ചെന്ന് നമ്മുടെ ഗ്രേസിനെ ഫെയ്ത്തിനെ കൊന്നിട്ട് ഇവർക്ക് ആ ഒരു ചെയർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ദേഷ്യപ്പെട്ട് ഷേ എന്ന് പറഞ്ഞ് നടന്നു വരുന്നു. അപ്പോൾ ഇരട്ട സഹോദരങ്ങൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ അവളെ കൊന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ആ ഒരു സീറ്റിലേക്ക് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു സീറ്റിൽ ഇരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ഗ്രേസും ഫെയ്ത്തും രണ്ടുപേരും കണ്ണു തുറന്നിട്ട് ഓക്കെ ഇപ്പോൾ ഗെയിം തുടങ്ങിയിട്ടുണ്ടാവും, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോഴത്തേക്കും ഫെയ്ത്ത് ചോദിക്കും അല്ല എന്നെ എന്തിനാ നിന്നോടൊപ്പം കെട്ടിയിട്ടേക്കുന്നേ, എന്നെ എന്തിനാ അവർ ഉപദ്രവിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസ് പറയും എന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്നെ കൊല്ലാൻ കഴിയും, അതുപോലെ നിന്നെയും എന്നോടൊപ്പം എന്തായാലും അവർ കൊല്ലും, അതുകൊണ്ട് നമുക്ക് കാട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഫെയ്ത്ത് പറയും ഇല്ല അവർ ചിലപ്പോൾ കാടിനകത്ത് ഒളിച്ചിരുന്നാലോ, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഗ്രേസ് പറയും ഞാനാണ് ഇൻചാർജ്, ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കേട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ചൈനക്കാരി ഉണ്ടല്ലോ അവൾ ഇപ്പോൾ ഒരു ഡ്രോൺ എടുത്ത് അത് പറത്തി ഇവരുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഡ്രോൺ പറന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇപ്പൊ ആ ഒരു ഡ്രോണില് സ്പീക്കർ ഉണ്ട്, അതുവഴി ചൈനക്കാരി ഇവരോട് സംസാരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഹേയ് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ആ ഒരു ബുക്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചൈനക്കാരിക്ക് എന്തോ ഇവരെ കൊല്ലാനായിട്ട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ആ ഇരട്ട സഹോദരി ഉണ്ടല്ലോ അവള് ഈ ഡ്രോൺ അങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കുന്നതും ഇത് കണ്ട നമ്മുടെ ഫെയ്ത്തും ഗ്രേസും നേരെ കാടിനുള്ളിലേക്ക് ഓടി കയറാണ്. അങ്ങനെ രണ്ടുപേരും കുറെ ദൂരം ഓടി ഓടി അവസാനം ഒരു വലിയ മതിലെത്തും. ഇപ്പൊ ഈ മതിൽ കഴിഞ്ഞ് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രേസ് പറയും ശരി ഈ മതിൽ ചാടി പോകാനായിട്ട് എന്തായാലും ഒരു മരം ഉണ്ടാവും, ആ മരം എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ആ മതിലിന്റെ സൈഡിലൂടെ നടന്ന് പോവാണ്. ഇപ്പൊ എത്ര ദൂരം ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓടാനായിട്ട്. അതുപോലെ ഈ ഒരു വിലങ്ങിട്ടത് കൊണ്ട് രണ്ടുപേരും എങ്ങനെ മരത്തിന് മുകളിലേക്ക് കയറും, അതും പാടാണ്. എന്നിട്ട് നടന്നു പോകുമ്പോൾ രണ്ടുപേരും 7 വർഷമായിട്ട് പിരിഞ്ഞിരുന്നല്ലോ അതിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ആ ഒരു ഇരട്ട സഹോദരി അവള് പെട്ടെന്ന് തോക്ക് കൊടുത്ത് കാടിനകത്തേക്ക് വന്നിട്ട് ഓക്കെ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ മുന്നിലേക്ക് വന്നാൽ ഈ ഗെയിം ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു മരത്തിനടുത്തായിട്ട് ഒളിച്ചിരിക്കും. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴാണ് അവരുടെ പിറകെ തന്നെ ടൈറ്റസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇരട്ട സഹോദരൻ അവനൊരു കോടാലി കൊണ്ടൊന്ന് ഇവർ വെട്ടാനായിട്ട് വരുന്നതും പെട്ടെന്ന് ഇത് കണ്ടിട്ട് രണ്ടുപേരും ഒഴിഞ്ഞങ്ങ് മാറും. അപ്പൊ ആ ഒരു കോടാലി ഈ മരത്തിൽ തടഞ്ഞിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ടൈറ്റസിനെ അവിടെ തന്നെ അടിച്ചിടും. അതുപോലെ രണ്ടുപേരുടെ കയ്യിൽ വിലങ്ങുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒറ്റയിടി, അങ്ങനെ അവനെ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വശത്തേക്ക് പോകുന്നു. എന്നിട്ടാണ് ആ ഒരു സഹോദരി ടൈറ്റസിനെ വന്നിട്ട് എടാ നിനക്ക് നോക്കി കണ്ടതൊക്കെ ചെയ്തൂടെ എന്നും പറഞ്ഞ് എന്തോ ഒരു അധികാരം കാണിക്കുന്നത് പോലെ അവനോട് സംസാരിച്ച് അവൾ അവനെ വിളിച്ചിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഫെയ്ത്തും ഗ്രേസും ആ കാട്ടിൽ നിന്ന് വീണ്ടും ഈ മൈതാനത്തിലേക്ക് ഇറങ്ങുന്നതും ഈ മൈതാനത്തിലേക്ക് ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരും എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് സ്നൈപ്പറും വെച്ച് ആ ഒരു ഫ്രഞ്ചുകാരനുണ്ടല്ലോ അവൻ നിൽക്കാണ്. ഓക്കെ ഗൈസ് നിങ്ങളെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ ബുള്ളറ്റ് ഊരി താഴേക്ക് വീഴും. ഇവനാണെങ്കിൽ നേരെ ചൊവ്വേ തോക്ക് പോലും പിടിക്കാൻ അറിഞ്ഞോടെന്ന് തോന്നുന്നു.
ഓക്കെ, അവൻ എങ്ങനെയൊക്കെയോ ആ ഒരു ബുള്ളറ്റ് അതിലേക്ക് ലോഡ് ചെയ്തിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് ഇവൻ അവരുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴും ഈ മണ്ടന് കറക്റ്റായിട്ട് ബുള്ളറ്റ് എയിം ചെയ്ത് കൊള്ളിക്കാനായിട്ട് അറിയത്തില്ല. അവര് രണ്ടുപേരും അങ്ങനെ ഓടാണ്. ഇവ നിർത്താതെ ഷൂട്ട് ചെയ്യുന്നു, പക്ഷെ ഒരെണ്ണം പോലും കൊള്ളുന്നില്ല. ഇപ്പൊ രണ്ടുപേരും ഓടി അടുത്ത് വേറൊരു ചെറിയ വീടുണ്ട്, അതിനടുത്തേട്ട് ഓടി വന്നിരുന്നിട്ട് അവിടെയുള്ള ടേബിളിന്റെ പിറകിൽ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവ നിർത്താതെ അവിടെയുള്ള ഗ്ലാസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് തകർക്കാണ്. പക്ഷെ അവർക്ക് കൊള്ളുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ ക്യാമറയിലൂടെ എല്ലാവരും കാണുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ ആ ഒരു സഹോദരങ്ങളും ഈ ഫ്രഞ്ചുകാരൻ്റെ മകള് ഇവരെല്ലാവരും. അപ്പോൾ ഈ ഒരു ഫ്രഞ്ചുകാരൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആ മകള് എൻ്റെ അച്ഛനാണ് കൊല്ലാൻ പോകുന്നത്, നോക്കിക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതിനകത്തുള്ള ഒരുത്തൻ ഇവരുടെ കൂടെയുള്ള വേറൊരുത്തനെ വിവരം അറിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു വക്കീൽ വന്നിട്ട് ഓക്കെ അവരെ സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല, അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പോൾ അവരെ സഹായിക്കാനും പാടില്ല. ഇപ്പോഴാണ് നമ്മുടെ ഫെയ്ത്തും ഗ്രേസും കൂടെ ഇരിക്കുമ്പോൾ ഫെയ്ത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു മെഷീൻ കത്തുന്നുണ്ട്. അതിലേക്ക് കുറെ കരിയിലെല്ലാം വാരിയിട്ട് നല്ല രീതിയിൽ പുകയാക്കും. അപ്പൊ ആ ഒരു ഫ്രഞ്ചുകാരനെ കറക്റ്റായിട്ട് ഇവരെ കാണാൻ കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു പുകയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതും ആ ഇന്ത്യക്കാരനുണ്ടല്ലോ ജ്യേഷ്ഠൻ മുഖം മൂടിയിട്ട അവൻ പെട്ടെന്ന് ഒരു വാളും കൊണ്ട് ഇവരെ വെട്ടാനായിട്ട് വരുമ്പോൾ ആ ഫ്രഞ്ചുകാരൻ ഷൂട്ട് ചെയ്ത് അവിടെയുള്ള ചെറിയൊരു ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു, അതിലേക്ക് ഷൂട്ട് ചെയ്തെടുക്കുന്നതും അത് പൊട്ടിത്തെറിച്ചിട്ട് ആ മുഖം മൂടി തെറിച്ച് താഴേക്കൊന്ന് വീഴും. ഇപ്പൊ അവൻ മരിച്ചോ ഇല്ല എന്നുള്ള പേടിയിലാണ് ഇവരെല്ലാവരും നോക്കുന്നത്. ഈ ഗ്യാപ്പിൽ ഫെയ്ത്തും ഗ്രേസും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പോ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ അതെന്തോ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഇന്ത്യക്കാരൻ സഹോദരൻ ഉണ്ടല്ലോ അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല. അവനങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയും. അതുകൊണ്ട് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാലേ ആ ഇന്ത്യക്കാരനെ ആരാണോ കൊല്ലുന്നത് അവൻ മരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു പൊട്ടിത്തെറിച്ച് മരിക്കുമല്ലോ അതുപോലെ. ഇപ്പോൾ നമ്മുടെ ഗ്രേസിന്റെ കയ്യിൽ അവിടെ അത് പൊട്ടിത്തെറിച്ചത് കൊണ്ട് ഒരുപാട് ഇരുമ്പ് പീസെല്ലാം അത് തറച്ചിരിക്കുകയാണ്. വേദന കാരണം ഇപ്പോൾ ഗ്രേസിനെ വിളിച്ചിട്ട് ഫെയ്ത്ത് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഈ ഒരു മദ്യമെല്ലാം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു പാർട്ടി ഹാളുണ്ട്, അതിനകത്തേക്ക് രണ്ടുപേരും കയറും. എന്നിട്ട് ഈ ഒരു മദ്യമെല്ലാം എടുത്ത് അവളുടെ കയ്യിലേക്ക് ഒഴിച്ച് തുണിയെല്ലാം വലിച്ചു കയറി ഗ്രേസിന്റെ ആ മുറിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവിടെയെല്ലാം വെച്ച് കെട്ടുകയാണ്. അങ്ങനെ കെട്ടിയിട്ട് രണ്ടുപേരും ഇപ്പോൾ മദ്യം കുടിച്ചിട്ട് ഓക്കെ നമുക്ക് എന്തായാലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇന്ത്യക്കാരൻ മുഖംമൂടിയിട്ട് അവനുണ്ടല്ലോ അവനിപ്പോൾ അകത്തേക്ക് കയറി വരും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ ഒളിച്ചിരുന്നിട്ട് ആ ഇന്ത്യക്കാരനാണെങ്കിൽ ഇപ്പോൾ സന്തോഷം രണ്ടുപേരെയും കൊല്ലാൻ പറ്റിയല്ലോ എന്നൊരു രീതിയിൽ അവനവിടെ സന്തോഷിച്ച് നിൽക്കുന്നതും ഇവർ രണ്ടുപേരും മറ്റൊരു ഡോർ തുറന്ന് അതുവഴി അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ അത് കണ്ടിട്ട് ഇന്ത്യക്കാരൻ അവരുടെ പിറകെ തന്നെ പോകുന്നതും ഇപ്പോൾ ഇവരെ രണ്ടുപേരും അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗ്രേസ് പറയുന്നത് ഫെയ്ത്ത് നമുക്ക് എന്തായാലും അവരോട് ഫൈറ്റ് ചെയ്തേ മതിയാവും, അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വിലങ്ങ് ആദ്യം പൊട്ടിക്കണം. അതിനുള്ള കാര്യം നോക്കാൻ പറയുമ്പോൾ അവിടെ ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടാക്കിയിട്ട് രണ്ടുപേരും ആ ഒരു വിലങ്ങ് അതിലേക്ക് വെച്ച് ഈ വിലങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യക്കാരൻ അകത്തേക്ക് കയറി വന്ന് ഈ ശബ്ദം കേട്ടിട്ട് ഈ മെഷീൻ പ്രവർത്തിക്കുന്ന അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇവരെ രണ്ടുപേരെ കാണുന്നില്ല. അങ്ങനെ അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഇവർ രണ്ടുപേരും പിറകിലൂടെ വന്ന് അവൻ ഇടിച്ചിട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരും അവനോട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അവനോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. അവൻ അത്രയും തടിമാടനായതുകൊണ്ട് രണ്ടുപേരെ നിസ്സാരമായിട്ട് ഇടിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരന്റെ സഹോദരൻ ക്യാമറയിലൂടെ ഇതെല്ലാം കണ്ടിട്ട് ഇത് എന്റെ ചേട്ടനാണ് അവരെ കൊല്ലാൻ പോകുന്നതെന്നും പറഞ്ഞ് അവൻ നല്ല സന്തോഷിച്ച് നിൽക്കുന്നതും ഇവിടെ നമ്മുടെ ഗ്രേസും ഫെയ്ത്തും ആ ഇന്ത്യക്കാരനോട് ഫൈറ്റ് ചെയ്ത് അവസാനം ഇവിടെ വലിയൊരു മെഷീനുണ്ട്. ഈ തുണിയെല്ലാം വാഷ് ചെയ്യുന്നൊരു മെഷീനാണ് തോന്നുന്നു. അത് തുറന്ന് രണ്ടുപേരും അവനെ പിടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് അതങ്ങ് അടയ്ക്കും. എന്നിട്ട് എന്താണ് ആ ഒരു മെഷീൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വിട്ട് കൊടുക്കുന്നതും അതിനകത്ത് നല്ല ചൂട് വെള്ളം ഉണ്ടല്ലോ അതാണ് വരുന്നത്. എന്നിട്ട് അവനെ ആ ഒരു മെഷീനിട്ട് കറക്കുന്നതും ഇവർക്ക് രണ്ടുപേർക്കും അവൻ ഇവരെ കൊല്ലാൻ വന്നതാണെങ്കിലും ഇപ്പൊ അവൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തോ ഒരു വിഷമം രണ്ടുപേരുടെ മുഖത്തുമുണ്ട്. അത് ഓഫ് ചെയ്യണോ വേണ്ടതെന്ന് രണ്ടുപേരും ആലോചിച്ച് നിൽക്കാണ്. കുറെ നേരം അതിനിട്ട് കറക്കി അവസാനം നമ്മുടെ ഗ്രേസ് ആ ഒരു മെഷീൻ അങ്ങ് ഓഫ് ചെയ്യുന്നതും ഇപ്പൊ അവനെ വലിച്ച് പുറത്തേക്കിടുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ വെന്തൊരുകി ഒരു വല്ലാത്ത അവസ്ഥയിൽ അവൻ മരിച്ചു. അപ്പോഴാണ് അവന്റെ സഹോദരനുണ്ടല്ലോ ഇവിടെ നിന്നിട്ട് എന്റെ കയ്യിലും എല്ലാം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവരെ കൊന്നേനെ എന്നല്ലേ അവൻ വലിയ കാര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ സഹോദരൻ മരിച്ച ആ ഒരു വിഷമത്തില് അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വക്കീൽ വന്നിട്ട് പറയുന്നത് നിന്റെ സഹോദരൻ മരിച്ചതുകൊണ്ട് ഈ ഗെയിമിൽ നിനക്ക് പങ്കെടുക്കാന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് അവന്റെ ഭാര്യയുടെ പേരെടുത്ത് പറയും. അപ്പൊ അവള് പറയും ഇല്ല ഒരിക്കലും പറയരുതെന്ന് പറയുമ്പോൾ ആ വക്കീൽ പറയും നിന്റെ ഭാര്യയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൽ പങ്കെടുക്കാം, അത് നിയമത്തിലുണ്ടെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു ഇന്ത്യക്കാരൻ പേടിച്ച് പിന്മാറി. അവൻ ഈ ഒരു കുടുംബത്തിൽ നിന്നും അവന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് ഈ ഗെയിം കളിക്കേണ്ടി വരും. അങ്ങനെ തന്റെ ഭാര്യയ്ക്ക് പണി കൊടുക്കുന്നതും അവൾക്ക് നല്ല ദേഷ്യമായിട്ട് വേറെ വഴിയില്ലാതെ ഇപ്പൊ അവളും വന്ന് അതിൽ സൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്രേസും ഫെയ്ത്തും ആ ഒരു ഇന്ത്യക്കാരന്റെ കയ്യിൽ നിന്നും ഫോൺ കൊടുത്തിട്ട് അതുകൊണ്ട് പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ ഞാനും എൻ്റെ സഹോദരിയും
ഇങ്ങനെ ഒരു വലിയ സ്ഥലത്ത് പെട്ടുകിടക്കാണ്, ഞങ്ങൾ ഒരുപാട് പേര് കൊല്ലാൻ വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരിയോട് സംസാരിക്കുമ്പോൾ മറുവശത്ത് സംസാരിക്കുന്നത് വേറെ ആരുമല്ല, ആ ഇരട്ട സഹോദരങ്ങളുണ്ടല്ലോ അവരായിരുന്നു. എന്നിട്ട് അവര് പോലീസുകാരെ പോലെ ഓക്കെ മേഡം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം പറയും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീടിന്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ വരാൻ കഴിയുമെന്ന് പറയുന്നതും ഇപ്പൊ നമ്മുടെ ഗ്രേസും ഫെയ്ത്തും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇരട്ട സഹോദരങ്ങൾക്ക് അവരെ കൊല്ലാനായിട്ട് എളുപ്പമാവുമല്ലോ. പക്ഷേ ഈ ഇരട്ട സഹോദരങ്ങളാണ് വിളിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തുമില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് നടന്ന് മെയിൻ ഗേറ്റിനടുത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വാളുമായിട്ട് ആ ഒരു ചൈനക്കാരി വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ചൈനക്കാരി പറയും ഓക്കെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡീല് ഞാൻ വെക്കാൻ പോവാണ്. എന്താണെന്ന് ഇവർ ചോദിക്കുമ്പോഴാണ് ചൈനക്കാരി പറയുന്നത് ഓക്കെ എനിക്കിത് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ഈ നിയമത്തിൽ മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള വേറെ ആരെങ്കിലും നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹൈ സീറ്റ് നിനക്ക് കിട്ടും, അതേപോലെ തന്നെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും കഴിയും എന്ന് പറയുമ്പോൾ ഫെയ്ത്തിന് ഇത് കേട്ടിട്ട് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചൈനക്കാരി പറയുന്നത് തൻ്റെ മകനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊരു മണ്ടനെ പോലെയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നീ അവനെ കല്യാണം കഴിച്ചിട്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം, ഞങ്ങൾക്കും വേറെ കുഴപ്പമുണ്ടാവത്തില്ല, ഇതുപോലെ ആളുകളെ കൊല്ലേണ്ടി വരത്തില്ല എന്ന് പറയുമ്പോൾ ഫെയ്ത്ത് പറയും ഹേയ് ഇത് നല്ല കാര്യമാണ്, നീ അതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ഗ്രേസ് പറയും ഇല്ല, കാരണം അവിടെ ഈ ഒരു കുടുംബത്തിൽ വീണ്ടും അംഗമായി കഴിഞ്ഞാലേ ഇതുപോലെ പിന്നെയും വേറെ ആരെങ്കിലും കൊല്ലേണ്ടി വരും, അങ്ങനെ വെറുതെ പാവങ്ങളെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, അതുകൊണ്ട് ഈ ഒരു ഡീലിന് ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഈ ചൈനക്കാരി പല രീതിയിലും പറഞ്ഞു നോക്കുന്നുണ്ട് ഇതേ ഉള്ള ഒരൊറ്റ മാർഗം നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുമെന്ന്. ഇപ്പോൾ നമ്മുടെ ഫെയ്ത്ത് ആണെങ്കിലോ അവളും ഗ്രേസിനോട് പറയുന്നുണ്ട് ഏയ് അവള് പറയുന്നത് പോലെ എല്ലാം ചെയ്യാനായിട്ട്, പക്ഷേ നമ്മുടെ ഹീറോയിൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. അപ്പോഴാണ് ആ ഒരു ഫ്രഞ്ചുകാരൻ തോക്കുമായിട്ട് അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് നമ്മുടെ ചൈനക്കാരിയോട് പറയും അവളെ കൊല്ലാൻ പറയുമ്പോൾ ചൈനക്കാരി ഇപ്പോഴും വാൾ വെച്ചിട്ട് ദേ ഞാൻ പറയുന്നതൊക്കെ നീ അതുപോലെ സമ്മതിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഓക്കെ ആവും, ഇപ്പോൾ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതും ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കാതിരിക്കും. അവസാനം ഈ ഒരു ഫ്രഞ്ചുകാരനോട് അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ ചൈനക്കാരിയുടെ കൈ പിടിച്ചിട്ട് ആ ഒരു വാള് തിരിച്ച് ഈ ഫ്രഞ്ചുകാരന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇപ്പൊ ഈ ഒരു കുടുംബാംഗങ്ങൾ പരസ്പരം കൊല്ലാൻ പാടില്ലല്ലോ, അങ്ങനെയാണ് ആ ഒരു ബുക്കിലുള്ളത്. ഇപ്പൊ ആ ഒരു ഫ്രഞ്ചുകാരൻ മരിച്ച് താഴെ വീഴുന്നതും ഈ ചൈനക്കാരി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ പൊട്ടിത്തെറിച്ച് ആ ഒരു ചൈനക്കാരി അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട അതിനകത്തുള്ള എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് ഈ ഒരു ക്യാമറയിലൂടെ കണ്ടിട്ട്. അപ്പോഴേക്കാണ് ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ പാതിയെ ഒളിച്ച് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ലേഡിയുടെ പുറകിലേക്ക് വന്ന് നിൽക്കും. എന്താന്ന് വെച്ചാൽ ഈ ചൈനക്കാരി മരിച്ചു കഴിഞ്ഞാൽ അവളുടെ കുടുംബത്തിലുള്ള അടുത്ത ആള് മരിക്കും, അത് വേറെ ആരാണ്, അവളുടെ മകനാണ്. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് അവനും പൊട്ടിത്തെറിച്ചിട്ട് ആ പയ്യനോട് വെച്ച് മരിക്കുന്നു. ഇപ്പൊ ചൈനക്കാരി പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഹീറോയിന് രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ ഇനി വഴിയില്ല. അങ്ങനെ അവര് മരിച്ചതും ഇവര് രണ്ടുപേരും അവിടെ നിന്നും ഇപ്പൊ നമ്മുടെ ഫെയ്ത്ത് ആണെങ്കിൽ ആ ഒരു വാൾ കൊടുത്ത് കയ്യിൽ പിടിച്ചിട്ട് രണ്ടുപേരും വെളിയിലേക്ക് വരികയാണ്. ഇപ്പൊ ഇവരെ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് ആ ഇരട്ട സഹോദരങ്ങളുണ്ടല്ലോ അവര് രണ്ടുപേരും ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ വരുമ്പോഴത്തേക്കും ആ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ ഇവരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഞങ്ങൾ ഇതുപോലെ മെയിൻ ഗേറ്റിനടുത്ത് എത്തി, സാർ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവര് രണ്ടുപേരും പെട്ടെന്ന് ചാടി മുന്നിലേക്ക് വീണിട്ട് ഓക്കെ ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാന്ന് പറയുമ്പോൾ ഫെയ്ത്ത് അവളുടെ കയ്യിലുള്ള ആ ഒരു വാൾ എടുത്തിട്ട് ആ സഹോദരന്റെ കഴുത്തിലേക്ക് വയ്ക്കും. ഹീറോയിന്റെ കയ്യിൽ ഒരു തോക്ക് ഉരുപ്പുണ്ട്. എന്നിട്ട് ഇവരോട് ചോദിക്കും ശരി നിങ്ങൾ പറയും ഈ ഒരു ഗേറ്റ് തുറക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ വെളിയിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു സഹോദരിയോട് പറയും നീ ഇപ്പം അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും ആ സഹോദരി ഓക്കെ നീ കൊന്നോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. എന്താന്ന് വെച്ചാൽ അവൾക്ക് ഈ ഒരു ഹൈ സീറ്റ് സ്വന്തമാക്കാലോ ഈ സഹോദരനെ കൊന്നു കഴിഞ്ഞാൽ. അതിപ്പോഴാണ് ആ ഒരു സഹോദരന് മനസ്സിലായത്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ പുറകിലൂടെ മറ്റൊരു കാറ് വരുന്നു. ആരാന്ന് വെച്ചാൽ ആ ഒരു ഇന്ത്യക്കാരന്റെ ഭാര്യ. അവൾ കാറും എടുത്ത് ഓടിച്ച് ഇവരെ കൊല്ലാനായിട്ട് വരുന്നതും ഇവർ പെട്ടെന്ന് പേടിച്ച് മാറുമ്പോഴത്തേക്കും അവൾ കാറും എടുത്ത് നേരെ വെളിയിലേക്ക് പോവാണ്. കാരണം അവൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനേ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ ഗ്യാപ്പിൽ ഈ ഇരട്ട സഹോദരങ്ങള് നമ്മുടെ ഹീറോയിനെ ഫെയ്ത്തിനെ അറ്റാക്ക് ചെയ്യുന്നതും ഹീറോയിൻ ഇപ്പോൾ എങ്ങനെയോ ആ ഒരു ഇരട്ട സഹോദരങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട് ഫെയ്ത്തിനോട് രക്ഷപ്പെട്ട് പോകാൻ പറയും. ഫെയ്ത്ത് കുറച്ചു ദൂരം ഓടിയിട്ട് തിരിഞ്ഞു നിൽക്കാനായിട്ട് വരുമ്പോൾ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഓടാനായിട്ട് പറയുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഇപ്പൊ ആ ഒരു സഹോദരി ഉണ്ടല്ലോ അവര് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചു വെച്ച് അവളുടെ തോളിലേക്ക് അടുത്തൊരു കമ്പി അങ്ങനെ കുത്തി ഇറക്കുന്നു. ഹീറോയിൻ വേദന കാരണം കരയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കോടാലി എടുത്ത് അവളെ വെട്ടാനായിട്ട് വരുന്നതും ഇപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഫെയ്ത്ത് ഉണ്ടല്ലോ അവൾക്ക് സഹിക്കാൻ കഴിയത്തില്ല. അവൾ തിരിച്ചു വന്ന് ഈ സഹോദരിയെ ഇടിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പൊക്കിയെടുത്ത് അവളെയും കൊണ്ട് വീണ്ടും കാടിനകത്തേക്ക് പോകും. അങ്ങനെ അവിടെയുള്ള ഈ ഒരു ഗോൾഫ് കളിക്കുന്ന അതിന് യൂസ് ചെയ്യുന്നൊരു വണ്ടിയുണ്ട്. അതും എടുത്ത് ഇവർ രണ്ടുപേരും വീണ്ടും ആ ഒരു വലിയ വീടിനടുത്തേക്ക് പോവാണ്. അതേസമയം ഇതിനകത്ത് ആ ഒരു ഇന്ത്യക്കാരനാണെങ്കിലോ അവന്റെ ഭാര്യ വെളിയിലേക്ക് പോയതുകൊണ്ട് ഓക്കെ ഇനി ഞാൻ എന്തായാലും ഈ ഒരു ഫീൽഡ് ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ വക്കീൽ പറയും സോറി നിനക്ക് ഈ സ്വത്തുകളിലൊന്നും ഇനി ഒരു അവകാശമില്ല, നിനക്ക് ഈ ഗെയിമിൽ പോലും കളിക്കാൻ കഴിയത്തില്ല എന്ന് പറയും. അതോടെ അവന്റെ എല്ലാ അധികാരവും ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി അവന് പണവും ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല.
ആ ദേഷ്യത്തിൽ ഈ വക്കീലിനെ വഴക്ക് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോവാണ്. ഇപ്പൊ ഗ്രേസും ഫെയ്ത്തും വീണ്ടും ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഗ്രേസിന്റെ കയ്യിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് ഫെയ്ത്ത് വലിച്ചങ്ങ് ഊരും. വലിച്ചൂരിയിട്ട് ഇപ്പൊ ആ ഒരു മുറിവില് മരുന്ന് വെക്കാനായിട്ട് വരുമ്പോൾ ഗ്രേസ് ഫെയ്ത്തിനെ വഴക്ക് പറയാണ്, നീ എപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. നിന്നോട് ഞാനിപ്പോൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് പറഞ്ഞപ്പോൾ നീ രക്ഷപ്പെട്ട് പോയില്ല എന്ന് പറയുമ്പോൾ ഫെയ്ത്ത് പറയും, ഞാൻ പോയിരുന്നെങ്കിൽ നീ മരിച്ചേനെ. അപ്പോൾ ഗ്രേസ്, നീ ഇതിനു മുന്നേ തന്നെ മരിക്കേണ്ടതായിരുന്നു, നിന്നെ രക്ഷപ്പെടുത്തിയതേ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വഴക്കിട്ട് അവസാനം നമ്മുടെ ഹീറോയും പറയും, നീ എപ്പോഴും എനിക്കൊരു ശല്യമായിരുന്നു എന്ന് പറയുമ്പോൾ അതറിയാതെ പറഞ്ഞു പോയതാണ്. ഇത് കേൾക്കുന്ന ഫെയ്ത്തിന് നല്ല വിഷമായിട്ട്, ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ വഴിക്ക് പോവാണെന്നും പറഞ്ഞ് ഫെയ്ത്ത് ഗ്രേസിനോട് ബായ് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നു. ഇപ്പം ഇത് അറിയാതെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഗ്രേസിന് ചെറിയ വിഷമമുണ്ട്. പക്ഷെ തൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഗ്രേസ് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും പിറകിലൂടെ ആ ഒരു ഫ്രഞ്ചുകാരൻ്റെ മകളുണ്ടല്ലോ, അവൾ ഓടി വന്നിട്ട് ഗ്രേസുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ട് അവസാനം നമ്മുടെ ഗ്രേസ് അവിടെ ഇരിക്കുന്നൊരു പെപ്പർ സ്പ്രേ ഉണ്ട്, അതെടുത്ത് ആ ഒരു പെണ്ണിൻ്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അവളാണെങ്കിലോ ആ ഒരു സ്പ്രേ പിടിച്ചു വാങ്ങി നമ്മുടെ ഹീറോയിൻ്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കും. ഇപ്പോൾ രണ്ടുപേരുടെയും കണ്ണിലടിച്ചതുകൊണ്ട് രണ്ടുപേർക്കും കണ്ണ് നേരിച്ചവയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് അവസാനം രണ്ടുപേരും കണ്ണ് കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് ഇങ്ങനെ വീശാണ്. എന്നിട്ട് കാണാതെ എല്ലാം നേരിച്ചെന്നിട്ട് ഒരിടത്തേക്ക് വന്ന് വീഴുന്നു. ഫ്രഞ്ചുകാരൻ്റെ മകള് കൈ കാണാതെ അവിടെയുള്ള ഒരു മ്യൂസിക് ബോക്സിലേക്ക് ചെന്ന് പിടിച്ചിട്ട് ഇപ്പോൾ എന്തോ ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് രണ്ടുപേരും അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കാര്യം കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അവസാനം എങ്ങനെയോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഹീറോയിൻ അവളുടെ കണ്ണിലേക്ക് ആ ഒരു ബിയറെല്ലാം എടുത്ത് ഒഴിച്ചിട്ട് ഇപ്പോൾ കണ്ണ് നേരെ ചൊവ്വേ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ആ ഒരു ഫ്രഞ്ചുകാരൻ്റെ മകൾക്ക് കണ്ണ് കാണാൻ കഴിയും. അവൾ മുഖത്ത് എന്തൊക്കെയോ എടുത്ത് ഒഴിച്ചു. ഇപ്പോൾ വെളിയിൽ കാണിക്കുമ്പോൾ ഫെയ്ത്ത് ഉണ്ടല്ലോ, അവള് തിരിച്ച് നടന്നു വരുന്നതും പെട്ടെന്ന് ടൈറ്റസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇരട്ട സഹോദരങ്ങള്, അതിൽ ആ ഒരു സഹോദരൻ ടൈറ്റസ് അവ ഫെയ്ത്തിനെ ഇടിച്ചങ്ങ് താഴെക്കിടും. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എവിടേക്കാ പോകുന്നേ ചോദിക്കുമ്പോൾ അവള് പറയും, ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവർ ഉടനെ തന്നെ വരുമെന്ന് പറയുമ്പോൾ ആ പോലീസേ ഞങ്ങളാണ്, പിന്നെ നിനക്കൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫെയ്ത്തിനെ ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ഫെയ്ത്തിനെ എടുത്തിട്ട് ഇടിക്കും. അവൾക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാനും പോലും കഴിയത്തില്ല. കാരണം ആ രീതിയിലാണ് അവളെ എടുത്തിട്ട് ഇടിക്കുന്നത്. ഇടിച്ചിടിച്ച് ഫെയ്ത്ത് മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നു. അവനാണെങ്കിലും അവൻ്റെ ദേഷ്യം മുഴുവനായിട്ടും അവളുടെ വയറിലേക്ക് ഇടിച്ചിടിച്ച് അവളിപ്പോൾ മരിക്കുമെന്നുള്ള അവസ്ഥയാകുമ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേസിനെ കാണിക്കുമ്പോൾ ആ ഒരു പെണ്ണ് ഗ്രേസിനെ ഇടിച്ച് താഴേക്കിട്ട് അവളെ വലിച്ചെടുത്ത് ഒരിടത്തേക്ക് കൊണ്ട് കിടത്തിയിട്ട് ഇപ്പം അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന്, നിന്നെ കൊന്നു കഴിഞ്ഞാൽ അലക്സ് സന്തോഷിക്കും എന്നും പറഞ്ഞ് ഹീറോയിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. അത് നിർത്താതെ എന്നിട്ട് അവള് ഒരു വലിയ കമ്പി എടുത്ത് ഹീറോയിനെ അടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ ഓടി വന്ന് അവളെ പിടിച്ച് താഴേക്ക് വന്ന് വീഴും. അത് കഴിഞ്ഞൊരു കീബോർഡ് എടുത്ത് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി താഴെ വീഴുന്നതും ഇപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ ഫെയ്ത്തിനെ ഇടിച്ച് ഒരു പരുവാക്കി ഇപ്പൊ കൊല്ലുന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും അവന്റെ സഹോദരി ഉണ്ടല്ലോ ഉർസുല, അവൾ ഓടി വന്നിട്ട് ഹേയ് അവിടെ ഒന്നും ചെയ്യരുത്, ഇപ്പൊ കൊല്ലരുതെന്ന് പറയുമ്പോൾ ടൈറ്റസിന് അത്രയും ദേഷ്യം. അവ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഉർസുല പറയും, ടൈറ്റസ് ഇപ്പോൾ നീ കൊല്ലണ്ട, ഗ്രേസിനെ കൊണ്ടുവരാൻ വേണ്ടി ഇവളെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് ഫെയ്ത്തിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് സ്പീക്കർ വഴി നമ്മുടെ ഗ്രേസിനോട് സംസാരിക്കും. ഗ്രേസ് ആണെങ്കിലോ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങിയായിരുന്നു. അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ, നിന്റെ സഹോദരി ഞങ്ങളുടെ കയ്യിലുണ്ട്, അവളെ കൊല്ലണ്ടെന്നുണ്ടെങ്കിൽ നീ അകത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ ഗ്രേസിന് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അവൾ വീണ്ടും ഇതിനകത്തേക്ക് വരികയാണ്. അതിനു മുന്നേ അവിടെയുള്ള സെക്യൂരിറ്റി മുറിയുണ്ട്. അതിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു തോക്കും അതേപോലെ തന്നെ കുറെ ബുള്ളറ്റുകൾ ഇരിപ്പുണ്ട്. അതൊരു ഷോട്ട് ഗണ്ണ്. ഇപ്പൊ അതും എടുത്തിട്ട് ഫെയ്ത്തിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവിടെയുള്ള ക്യാമറയിലൂടെ തന്നെ അവൾ കാണുകയും ചെയ്യുന്നു. എന്നിട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ആ ഒരു ഫ്രഞ്ചുകാരൻ്റെ മകളുണ്ടല്ലോ, അവൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഓ അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നീ വന്നോ എന്ന് ചോദിച്ച് ഓടി വരുമ്പോൾ ഗ്രേസ് അങ്ങനെ ആ ഒരു ഷോട്ട് ഗൺ ലോഡ് ചെയ്തിട്ട് ഇവളെ 2 തവണ ഷൂട്ട് ചെയ്യും. അവൾ മരിച്ച് താഴെ വീഴുന്നതും ഗ്രേസ് നേരെ അകത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഇന്ത്യക്കാരനെ കാണും. അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, സോറി എൻ്റെ കയ്യിൽ ഒരു അധികാരമില്ല, ഞാൻ ഇതിൽ നിന്നെല്ലാം പുറത്താണ്, എന്നെ ഇന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ ഗ്രേസ് ഇപ്പോൾ അവിടെ നിന്നും അടുത്തൊരു മുറിയിലേക്ക് വരും. എന്നിട്ട് അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ടൈറ്റസിന്റെ ഭർത്താവ് അതിനകത്ത് നിൽക്കുന്നു. ഇപ്പം അവനോട് ചോദിക്കും, എൻ്റെ സഹോദരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അറിയത്തില്ലാന്ന്. അപ്പോഴേക്കാണ് ആ ഒരു ഫ്രഞ്ചുകാരൻ്റെ മകനുണ്ടല്ലോ, ആ ചെറിയ പയ്യൻ, അവൻ ഇപ്പോൾ ഒരു 2 തോക്കുമായിട്ട് ഇവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവൻ ആ ഒരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നതും ഹീറോയിൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഒളിച്ചു നിൽക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹീറോയിൻ വെളിയിലേക്ക് വന്നിട്ട് അവസാനം ഫെയ്ത്തിനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മുറി കണ്ടുപിടിക്കുന്നു. ഇപ്പം അകത്ത് നിന്നിട്ട് ടൈറ്റസ്, അകത്തേക്ക് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ഫെയ്ത്ത് പറയും, ഗ്രേസ് ഒരു കുഴപ്പമില്ല, എന്നെ കൊന്നാലും നീ രക്ഷപ്പെടണം, ഒരു കാരണവശാലും നിന്റെ ആത്മാവിനെ ഇവർക്ക് കൊടുക്കരുത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളതെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഗ്രേസിനെ ഫെയ്ത്തിനെ വിടാനായിട്ട് എന്തായാലും കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗ്രേസ് പെട്ടെന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത്, ഓക്കെ
ആ ഒരു ചൈനക്കാരി സ്ത്രീ എന്നോടൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ടൈറ്റസ് അത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ശരി, ഈ ഒരു കൗൺസിലിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഞാൻ കല്യാണം കഴിച്ചാലേ ആ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഈ ഹൈ സീറ്റിൽ ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ടൈറ്റസിനോട് പറയുമ്പോഴത്തേക്കും ടൈറ്റസിനും അത് ഓക്കെയാണ്. അപ്പോൾ ഗ്രേസ് പറയും, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അകത്തേക്ക് വന്നാൽ എന്നെ എൻ്റെ സഹോദരി ഒന്നും ചെയ്യരുത്. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ടൈറ്റസ് പറയും, ഓക്കെ, ഡീൽ ഓക്കെയാണ്. അകത്തേക്ക് വരാൻ പറയുന്നതും അവളിപ്പോൾ അകത്തേക്ക് വന്നിട്ട് ഫെയ്ത്തിനെ കെട്ടിപ്പിടിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ ഡീലിന് സമ്മതിച്ചു. അപ്പോൾ ഇതുപോലൊരു ഉടമ്പടിക്ക് അവൾ തയ്യാറായതുകൊണ്ട് ഈ കാര്യം ആ ഒരു വക്കീലിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരുടെ കല്യാണം നടത്താനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന അതേപോലെ തന്നെ ആ ഒരു ഹൈ സീറ്റിലെ ഹീറോയിനെ ഇരുത്താൻ പോവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിൻ ആ ഒരു കല്യാണത്തിന് വേണ്ടി റെഡി ആകുമ്പോഴത്തേക്കും ഉർസുല ഉണ്ടല്ലോ, ആ ഇരട്ട സഹോദരി, അവള് ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഗ്രേസ്, എനിക്കറിയാം നീ ഒരു നല്ലവളാണ്, പക്ഷെ എൻ്റെ സഹോദരൻ അങ്ങനെയല്ല. അവൻ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ പുറത്തെടുക്കും. അതെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇത് നല്ലതായിരിക്കുമെന്നും പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ടൈറ്റസ് ഇത് പുറകിലൂടെ വന്ന് കാണും. എന്നിട്ട് ടൈറ്റസ് അവൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഓ, അപ്പോൾ അവളുടെ മനസ്സ് മാറ്റി ഈ അധികാരം കൈക്കലാക്കാൻ വേണ്ടി നീ ശ്രമിക്കുകയാണല്ലേ. അപ്പോൾ ആ ഒരു സഹോദരി പറയും, ഇല്ല ടൈറ്റസ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ടൈറ്റസിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ്റെ സഹോദരിയുടെ കഴുത്തിലേക്ക് പിടിച്ച്, അങ്ങനെ എൻ്റെ അധികാരം നീ ഒരിക്കലും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിയെ അവൻ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ പരസ്പരം കൊന്നാലും വേറെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവൻ്റെ സഹോദരി അവൻ കൊല്ലുന്നത്. എന്നിട്ട് നമ്മുടെ ഗ്രേസിന്റെ മുന്നിലേക്ക് അവൻ വന്നിട്ട്, ഓക്കെ, ഇനി നിന്നോടൊപ്പം ഞാനുണ്ടാകും, ആ ബലിപീഠത്തിൽ വെച്ചിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനെ ഇവരെല്ലാവരും ഒരുക്കി ഒരു മണവാട്ടിയെ പോലെ ഡ്രസ്സെല്ലാം ധരിച്ച്, വെള്ള വസ്ത്രമല്ല കറുത്ത വസ്ത്രം. അത് കഴിഞ്ഞ് അവളെ നേരെ ആ ഒരു ബലിപീഠത്തിനടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പം അവിടേക്ക് ചെല്ലുമ്പോൾ ഈ കൗൺസിലിലുള്ള ഒരുപാട് പേരും അവിടെ തന്നെ നിൽപ്പുണ്ട്. എല്ലാവരുടെ നടുവിലേക്ക് വന്നിട്ട് ഫെയ്ത്തിനോട് സംസാരിക്കുമ്പോൾ ഫെയ്ത്ത് പറയുന്നുണ്ട്, നീ ഇപ്പോഴും ഇതിന് സമ്മതിക്കരുതെന്ന് പറയുമ്പോൾ ഹീറോയിന് വേറെ വഴിയില്ല, ഇതിനവൾ സമ്മതിച്ചതുകൊണ്ട് എനിക്കിത് ചെയ്തേ മതിയാവൂ. അങ്ങനെ രണ്ടുപേരും ഈ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും വക്കീല് ദൈവത്തിന്റെ പേരിലല്ല സാത്താന്റെ പേരിലാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇവരെല്ലാവരും സാത്താനെയാണല്ലോ ആരാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കിരീടധാരണവും ആ ഹൈ സീറ്റിലേക്കുള്ള അതേപോലെ തന്നെ ഇവരുടെ വിവാഹവും ഒരുമിച്ച് നടക്കാൻ പോവാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഈ ഒരു സാത്താനി ബലി കൊടുക്കുന്ന വലിയൊരു കുഴിയുണ്ട്. ഈ കുഴിയിലാണ് ഹീറോയിൻ ഇതിനു മുന്നേ വീഴുന്നത്. അതിപ്പോൾ മുകളിൽ നിന്ന് തുറക്കുന്നു. എന്നിട്ട് ബലി കൊടുക്കാൻ വേണ്ടി ഒരു ആടിനെയും അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരുടെ രണ്ടുപേരുടെയും കൈ മുറിച്ചിട്ട് ആ ഒരു രക്തം അവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് ആ ഒരു രക്തം വെച്ച് ഇപ്പൊ ഇവരോട് രണ്ടുപേരോട് ചോദിക്കും, ഇപ്പൊ ടൈറ്റസിനോട് ചോദിക്കും, സാത്താന്റെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു യുവതിയെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണെന്നതിൽ ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവള് ഫെയ്ത്തിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതേ സമ്മതമാണെന്ന് പറയുന്നതും രണ്ടുപേരും മോതിരവും ധരിക്കുന്നു. അതേപോലെ തന്നെ ആ രക്തം വെച്ചിട്ട് രണ്ടുപേരും അവരുടെ ഒപ്പുകൾ ഇടുന്നു. എന്നിട്ട് അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ടൈറ്റസ് ഹീറോയിനെ പിടിച്ചങ്ങ് ഉമ്മ വയ്ക്കുകയാണ്. കാമക്കൊടൂരൻ. അങ്ങനെ ഉമ്മ വെച്ചിട്ട് പെട്ടെന്ന് അവനവന്റെ കൈ മുകളിലേക്ക് കാണിച്ചിട്ട് ഇപ്പോൾ സാത്താന് വേണ്ടി എല്ലാവരും ആ സാത്താന്റെ പേരിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് നിന്ന ഹീറോയിൻ എന്താ ചെയ്യുന്നറിയോ, അടുത്തുള്ളൊരു കത്തിയെടുത്ത് ടൈറ്റസിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്, അത് ഒരു കുത്തൊന്നല്ല, ഒന്നും രണ്ട് കുത്ത് നിർത്താതെ കുത്തി അവനെ ആ ഒരു ബലി കൊടുക്കുന്ന കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് അവൾ പറയുന്നത്, ഇതുപോലെ ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട് എനിക്ക് ആ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള അംഗങ്ങളെ കൊല്ലുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് നിങ്ങളുടെ നിയമത്തിന് എതിരല്ല, അത് നീ ഇപ്പോൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞിട്ട് ഫെയ്ത്തിനെ അടുത്തേക്ക് വിളിക്കുമ്പോൾ ഫെയ്ത്ത് വന്ന് അവൻ എങ്ങനെ ചവിട്ടി ആ ഒരു കുഴിയിലേക്ക് അങ്ങ് ഇടുന്നു. അവൻ നേരെ താഴെ വീണിട്ട് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇതാണെങ്കിലോ അവിടെ നിന്ന് ആരും പ്രതീക്ഷിച്ചത് പോലുമില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു മോതിരം എടുത്ത് കയ്യിലേക്ക് ഇടുന്നതും ഇപ്പോൾ അവൾക്കാണ് മൊത്തത്തിലുള്ള അധികാരം, ഈ ലോകത്തെ തന്നെ ഭരിക്കാനുള്ള അധികാരം. എന്നിട്ട് ഹീറോയിൻ എല്ലാവരെയും നോക്കിയിട്ട് പറയും, എല്ലാവരും മുട്ടുകുത്തിയിരിക്കാൻ പറയുമ്പോൾ ഇവർക്കത് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും മുട്ടുകുത്തിയിരിക്കുന്നു. കാരണം അത്രയും വലിയൊരു അധികാരമാണ് അവളുടെ കയ്യിൽ കിട്ടിയത്. എന്നിട്ട് ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വഴിയിൽ ചെയ്യാം, ഈ ലോകത്തെ തന്നെ എനിക്ക് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ പറയും, ശരി, നിങ്ങളുടെ ആദ്യത്തെ തലവനായിട്ട് ഞാൻ ചെയ്യുമെന്ന കാര്യം എന്താണെന്നറിയോ, ഈ ഹൈ കൗൺസിൽ അത് സ്വയം ഞാൻ ഇപ്പം തന്നെ ഇവിടെ വെച്ച് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നതും ഇതുപോലൊരു ഹൈ കൗൺസിൽ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷനും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു നമ്മൾ പറയുന്നതും അതും അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷനും ഇല്ല, ഈ ഒരു ഹൈ കൗൺസിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഇതുപോലെ മറ്റുള്ളവരെ കൊല്ലാനും പറ്റത്തില്ല, ഇതുപോലെ വലിയ വലിയ കുടുംബങ്ങളും ഉണ്ടാവത്തില്ല. അപ്പൊ അടുത്ത് നിൽക്കുന്ന അയാള് ഈ വക്കീലിനോട്
ഇത് അവൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയും അതെ, അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം ഈ ബുക്കിലുണ്ടെന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അധികാരം കിട്ടിയ ആൾക്ക് ഇതിൽ നിന്ന് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹൈ സീറ്റിൽ നിന്നും അവർക്ക് പുറത്തു പോകാനായിട്ടുള്ള അധികാരമുണ്ട്. പക്ഷെ അതിനു മുന്നേ ഈ മോതിരം മറ്റൊരാൾക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ കയ്യിൽ നിന്നും അത് ആർക്ക് വേണമെങ്കിലും എടുക്കാനും പറ്റും. പക്ഷേ ഇനി അതിനു വേണ്ടി വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം സൂര്യൻ ഉദിക്കാൻ വേണ്ടി ഇനി 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയിൻ എന്തായാലും ഇതിൽ വിശ്വാസമില്ല. അതുകൊണ്ട് അവൾ ഇതിൽ ഇരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മോതിരം വാങ്ങിക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഹീറോയിൻ അറിഞ്ഞുകൊണ്ട് ആർക്കും കൊടുക്കത്തില്ല എന്നറിയാം. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ മോതിരം എടുത്ത് എല്ലാവരെയും ബലി കൊടുക്കുന്ന ആ ഒരു കുഴിയുണ്ടല്ലോ അതിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ആ മോതിരം എടുത്ത് ആര് ധരിക്കുന്നോ അവർക്ക് മാത്രമേ ഇനി ഈ ഒരു അധികാരം കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ നിയന്ത്രിക്കാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ചെറിയ പയ്യൻ ഇത് കാണുന്നതും ഓടി വന്നിട്ട് ആ ഒരു കുഴിയിലേക്ക് ചാടി മോതിരം എടുക്കാൻ പോവാണ്. ഇത് കണ്ട് അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും അതേപോലെ തന്നെ ആ ഒരു മോതിരം എടുക്കാൻ വേണ്ടി കുഴിയിലേക്ക് എടുത്ത് ചാടും. ഒരാൾ പോലും കരയിൽ കാണത്തില്ല. എല്ലാവരും കുഴിയിലേക്ക് ചാടിയിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ താഴെ ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട്, അതും ഇവരാരും മരിക്കാതിരിക്കാൻ വേണ്ടി ഈ മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് കൊല വിളിക്കുകയാണ്. ഇപ്പോൾ സമയവും കഴിയാറായി. അങ്ങനെ എല്ലാവരും അകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ അതിനകത്ത് നിന്ന് എല്ലാവരും പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും മരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഈ പൊട്ടാസ് പൊട്ടുന്നത് പോലെ ഓരോരുത്തരായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോയിനും ഫെയ്ത്തും ആ ഒരാടിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഇന്ത്യക്കാരനുണ്ടല്ലോ അവനിപ്പോ അവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നു. അവൻ പറയും ഓക്കെ എല്ലാം അവസാനിച്ചു, അത് കാരണം നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു, നമുക്ക് എന്തായാലും പാർട്ടി ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും അവനും പൊട്ടിത്തെറിക്കുകയാണ്. കാരണം ഇവൻ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇതിന്റെ അധികാരം ഏറ്റെടുത്തിട്ട് അത് ഉപേക്ഷിച്ചതുകൊണ്ട് അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രണ്ടുപേരും നല്ല വൃത്തിക്ക് നിൽക്കുമായിരുന്നു. അവസാനം വൃത്തിയായിട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൻ കാരണം അവരുടെ ദേഹം മുഴുവൻ രക്തമായി. അതേപോലെ ഇവർ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സാത്താനുണ്ടല്ലോ അതിനെയും ഇവർ പെട്ടെന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഇത്രയും കോലാഹലങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ല സമാധാനമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും അവരോടൊപ്പം തന്നെ ആ ഒരാടുകൊണ്ട് അതിനെയും കൊണ്ടാണ് ഇവർ പോകുന്നത്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.